ത്രിയേക ദൈവത്തിന് സ്തുതി. ഇന്നത്തെ നമ്മളുടെ പ്രഥമ രാത്രിയിലെ വചനധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്നെഴുതിയിരിക്കുന്നത് ഓർത്തു. എന്നാൽ യഹൂദന്മാർ അവനോട്, നിനക്ക് ഇങ്ങനെ ചെയ്യാം എന്നതിന് നീ എന്ത് അടയാളം കാണിച്ചു തരും എന്ന് ചോദിച്ചു. യേശു അവരോട്, ഈ മന്ദിരം പൊളിപ്പിൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയും എന്നുത്തരം പറഞ്ഞു. യഹൂദന്മാർ അവനോട്, ഈ മന്ദിരം 46 സംവത്സരം കൊണ്ട് പണിതിരിക്കുന്നു, നീ 3 ദിവസത്തിനകം അതിനെ പണിയുമോ എന്ന് ചോദിച്ചു. അവനോ തൻ്റെ ശരീരം എന്ന മന്ദിരത്തെക്കുറിച്ചത്രേ പറഞ്ഞത്. അവൻ ഇത് പറഞ്ഞ് എന്ന് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർ ഓർത്തു, തിരുവെഴുത്തും യേശു പറഞ്ഞ വചനവും വിശ്വസിച്ചു. പ്രാർത്ഥിക്കാം. നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനേ, നിന്നെ വിട്ടിട്ടടിയങ്ങൾ എങ്ങു പോയി വാസിക്കും, നിന്നെ വിട്ടിട്ടടിയങ്ങൾ എങ്ങു പോയി വാസിക്കും, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ല ആഗ്രഹിപ്പാനാരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള യേശുവേ. വചനമാം ദൈവമേ, വചനം ജഡമെടുത്ത് മനുഷ്യരുടെ ഇടയിൽ പാർത്തു, കൃപയും സത്യവും നിറഞ്ഞവനായി മനുഷ്യരിൽ ഒരുവനെ പോലെ മനുഷ്യവേഷത്തിലായി ഒരു മനുഷ്യൻ ജീവിതത്തിൽ കടന്നു പോകേണ്ട എല്ലാ നാളുകളിലൂടെയും കടന്നുപോയി. എന്നാൽ മനുഷ്യൻ്റെ ജീവിതഭാരങ്ങളെയും അവൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനുമായി നിറയൗവനത്തിൽ ലോകത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ജീവനെ ബലി തന്നവനായ ഞങ്ങളുടെ കർത്താവായ യേശുവിൻ്റെ പിതാവായ ദൈവമേ, ഈ ഇടവകയുടെ 3 സംഘടനകൾ ഒരുമിച്ച് ഇന്ന് ഇവിടെ ആരംഭിക്കുന്ന ഈ ധ്യാനയോഗം വ്യത്യസ്തമായ രീതിയിൽ ഞങ്ങൾ കേൾക്കുവാനും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവോടെ ഗ്രഹിപ്പാനും ഞങ്ങളുടെ മനസ്സിലുള്ള മുൻവിധികളും മുൻധാരണകളെയെല്ലാം ദൈവവചനത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ മുൻപിലും പൂർണ്ണമായി വിധേയപ്പെടുത്തി നിൻ്റെ വചനത്തെ ഉൾക്കൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, നിൻ്റെ വചനം പങ്കിടുവാനുള്ള പരിജ്ഞാനം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അടിയന് നൽകണമേ. അനുഗ്രഹീതമായ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വയ്ക്കുവാൻ നീ ഞങ്ങളെ ഇടയാക്കണമേ. ഇത് നിൻ്റെ ആലയമാകുന്നു. ഈ ആലയത്തെക്കുറിച്ചുള്ള എരിവ് ഞങ്ങളെ വല്ലാതെ ഭരിക്കുന്നുണ്ട്. കർത്താവേ, ഞങ്ങളുടെ ഉള്ളിൽ ഒരാലയം പണിഞ്ഞു തന്നവനായ ദൈവമേ, ആലയത്തിൽ നിന്നെ ആരാധിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. പ്രാർത്ഥന കേട്ടതിനാൽ ദൈവത്തിന് സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ യാചനകളെ കൈക്കൊള്ളണമേ. ആമേൻ. ട്രിനിറ്റി ഇടവകയുടെ
3 സംഘടനകൾ, സീനിയർ സിറ്റിസൺസ് ഫെലോഷിപ്പ്, ഇടവക മിഷൻ, സേവികാ സംഘം ഒരുമിച്ച് ഇന്ന് ഇവിടെ ആരംഭിച്ചിരിക്കുന്ന ഈ കൺവെൻഷൻ യോഗത്തിലേക്ക് എന്നെ കണ്ടെത്തി വിളിച്ചതിൽ പ്രിയപ്പെട്ട അച്ഛന്മാരോടുള്ള പ്രത്യേക നന്ദിയും ഇതിൻ്റെ ചുമതലക്കാരോടുള്ള എൻ്റെ സന്തോഷവും രേഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട ഉമ്മൻ ശാമുൽ അച്ഛനെ ഞാൻ ആ ഒഫീഷ്യൽ നെയിം എന്നേ മറന്നുപോയതാണ്. നൈസ് അച്ഛൻ എന്നാണ് ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും അച്ഛൻ നൈസായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, കാണാൻ തുടങ്ങിയ നാൾ മുതൽ. അച്ഛനും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഞാൻ ഈ പള്ളിയിൽ ആദ്യമായിട്ടല്ല വരുന്നത്. 1999 ഷിക്കാഗോ ഇടവകയുടെ വികാരിയായി ചുമതല നിർവഹിക്കുന്ന കാലഘട്ടത്തിൽ, സി ജോസഫ് അച്ഛൻ വികാരിയായിരുന്ന ആ കാലഘട്ടത്തിൽ ഈ ഇടവകയുടെ ഒരു ന്യൂ ഇയർ സർവീസിന് ശുശ്രൂഷ ചെയ്യുവാനായി ഞാൻ വന്നത് ഓർക്കുന്നുണ്ട്. ഡിസംബർ 31 ഷിക്കാഗോയിലെ വാച്ച് നൈറ്റ് സർവീസ് കഴിഞ്ഞതിന് ശേഷം ലേറ്റ് നൈറ്റ് ഫ്ലൈറ്റ് എടുത്ത് ഞാനിവിടെ വന്ന് ഈ ഇടവകയിലെ ന്യൂ ഇയർ സർവീസ് നിർവഹിച്ച് പോകാം എന്നുള്ള ക്രമത്തിൽ ഇരിക്കുമ്പോഴാണ് ഷിക്കാഗോയിൽ കടുത്ത മഞ്ഞുവീഴ്ച മൂലം 3 ദിവസം എയർപോർട്ട് അടച്ചിട്ടതും എനിക്കങ്ങോട്ട് പോകാൻ പറ്റാതെ ഒറ്റപ്പെട്ട ഒരു സാഹചര്യം ഓർമ്മയിൽ മായാതെ നിൽപ്പുണ്ട്. അതുകൊണ്ട് ട്രിനിറ്റി ഇടവകയിലുള്ളവട്ട് അനേകം ആളുകളുമായിട്ടുള്ള പഴയ സൗഹൃദ ബന്ധമുണ്ട്. പലരും ഒരു പക്ഷേ കാലങ്ങൾ വരുത്തിയ ശരീരത്തിൻ്റെ മാറ്റങ്ങൾ കൊണ്ട് തിരിച്ചറിയുവാൻ പലരെയും കഴിയുകയില്ല. എന്നെപ്പോഴും ഒരു പക്ഷേ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നവർ തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്നാൽ എൻ്റെ മനസ്സ് 99-ലും 96-ലോട്ടൊക്കെ പുറകോട്ട് പോവുകയാണ്. എപ്പോഴും അങ്ങനെയാണല്ലോ. പരിചയം, സ്നേഹം, സൗഹൃദം എല്ലാം നമ്മളെ പിറകിലോട്ട് കൊണ്ടുപോവുകയാണ്, മുന്നോട്ടല്ല കൊണ്ടുപോകുന്നത്. ഓർമ്മകളിലൂടെ നമ്മൾ കുറെ കൂടെ ഊർജം സംഭരിച്ച് നമ്മുടെ ജീവിതത്തെ ധന്യമായ മധുരിക്കുന്ന ഓർമ്മകളിൽ നിലനിർത്തുന്നതാണ് മനുഷ്യജീവിതം. അങ്ങനെ ഈ ഇടവകയിൽ വീണ്ടും ഒരവസരം, ദീർഘമായ വർഷങ്ങൾക്ക് ശേഷം സഭ ഭരമേൽപ്പിച്ചതായ ചുമതലകൾ 4 പതിറ്റാണ്ട് 40 വർഷത്തോളം ഈ സഭയിൽ അനുഗ്രഹത്തോടെ പൂർത്തിയായി. ആരംഭിച്ചതിനേക്കാൾ അത്യധികം സന്തോഷത്തോടും നന്ദിയോടും കൂടെ ഈ സഭയുടെ ശുശ്രൂഷ പൂർത്തിയാക്കി സജീവ സേവനത്തിൽ നിന്ന് പടിയിറങ്ങിയിട്ട് അധിക നാളുകൾ ആയിട്ടില്ല. ഒരു ബ്രാൻഡ് ന്യൂ റിട്ടയർഡ് അച്ഛൻ എന്ന് വേണമെങ്കിൽ പറയാം. അധികം റിട്ടയർമെൻറ്റിന് പഴക്കം വരാതെ ഈ മെയ് മാസത്തിലാണ് ഞാൻ റിട്ടയർ ചെയ്തത്. റിട്ടയർ ചെയ്ത അച്ഛന്മാരുടെ കൂട്ടത്തിലേക്ക് ഞാനും പ്രവേശിച്ചപ്പോൾ ഇപ്പോഴും എനിക്കത് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെയാണത്. നമ്മളെല്ലാം വാർദ്ധക്യം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെ അംഗീകരിക്കാൻ കാലങ്ങളെടുക്കും. മുടി നരച്ചത് കൊണ്ടൊന്നും ആരും വൃദ്ധരാണെന്ന് കരുതരുത്. മുടി കറുത്തിരിക്കുന്നത് കൊണ്ട് ആരും ചെറുപ്പക്കാരാണെന്നും കരുതരുത്. അതുകൊണ്ട് ഇതെല്ലാം ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾക്ക് മനുഷ്യൻ വിധേയപ്പെടേണ്ടത് ആവശ്യമാണ്. ആ കാലങ്ങളെല്ലാം ഓരോ കാലങ്ങൾ പിന്നിട്ട് നമ്മൾ നല്ല കാലങ്ങളെ ഓർത്ത് മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് വാർദ്ധക്യം ഉണ്ടാകുന്നില്ല. ഈ കാലഘട്ടത്തെക്കുറിച്ച് ഒരു എഴുത്തുകാരൻ കുറിച്ചിട്ട 2 വാക്കുകൾ ഞാൻ നിങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടുവരികയാണ്. യൗവനത്തിലെ വാർദ്ധക്യവും വാർദ്ധക്യത്തിലെ യൗവനവും. നമ്മൾ ചിലരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ചില കുട്ടികളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴേ കിളവന്മാരായിപ്പോയോ എന്ന് തോന്നിപ്പോകും. അവൻ്റെ നടപ്പും പോക്കും രീതിയും വർത്തമാന രീതിയും ജീവിതശൈലിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ മുൻകൂട്ടി വാർദ്ധക്യം അവനെ ബാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിച്ചു പോകും. എന്നാൽ ചില ആളുകൾ, ഇവിടെ ഇരിക്കുന്ന ഒട്ടനേകം ആളുകളെ സംബന്ധിച്ച് നമ്മളെ ഇപ്പോഴും യൗവനം വിട്ടുമാറിയിട്ടില്ല എന്ന ആ വലിയ ഒരു കരുത്താണ് പലതിലും മുന്നിട്ടിറങ്ങുവാൻ നമുക്ക് സഹായിക്കുന്നത്. മലങ്കര മാർത്തോമാ സുറിയാനി സഭ ചില സാഹസിക തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതിലേറ്റവും ഒടുവിൽ എടുത്ത ഒരു തീരുമാനമാണ് സഭയ്ക്ക്
ഒരു സീനിയർ ടീം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സീനിയർ സിറ്റിസൺസ് ഫെലോഷിപ്പ് എന്ന പേരിൽ സഭയിൽ ഒരു സംഘടന രൂപമായിട്ട് അധിക നാളുകളും ആയിട്ടില്ല എന്നതാണ്. ഇപ്പോഴത്തെ പ്രശ്നം ഇടവ മിഷനിലെ ആളുകൾ എങ്ങോട്ട് പോകും എന്നതാണ് വിഷയം. അവർ സീനിയർ സിറ്റിസൺസിൽ അംഗമാണ്, ഇടവ മിഷനിലും അംഗമാണ്. എന്നാൽ ആർക്കും ഏത് വാതിലിലൂടെയും കയറി ഇറങ്ങാവുന്ന പരുവത്തിൽ നമ്മളുടെ സംഘടനകൾക്ക് വാതിൽ ഓപ്പണാണ്. പക്ഷേ യുവജന സഖ്യക്കാരൊരിക്കലും ഇടവ മിഷനിലോട്ട് കയറാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി അവർക്ക് ധൈര്യമായിട്ട് കയറാൻ, കാരണം അപ്പുറത്തൊരു കോർട്ടൂടെ തുറന്നിട്ടുണ്ട്, അത് സീനിയർ സിറ്റിസൺസ് ആണ്. അതുകൊണ്ട് ഇതിനിപ്പുറത്തുള്ള കോർട്ടിൽ കയറുന്നത് കൊണ്ട് അപകടങ്ങളൊന്നും ഇല്ല എന്നതാണ്. സഭയുടെ സംഘടനകളുടെ ഒരു ഫോർമേഷൻ പോലും അത്തരത്തിലാണ്. നമ്മളുടെ സൺഡേ സ്കൂൾ കഴിഞ്ഞാൽ ഉടനെ കുട്ടികൾ അടുത്ത വാതിലിലൂടെ യുവജന സഖ്യത്തിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. അത് കഴിഞ്ഞാൽ അവർ ആ വാതിലുകൾ ഇങ്ങനെ ഒന്നൊന്നായിട്ട് ലിങ്ക് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. സീനിയർ സിറ്റിസൺസിലൂടെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു വാതിലൂടെയുള്ളൂ, ആ വാതിൽ കടന്ന് അങ്ങ് അക്കരയ്ക്ക് പോകുക എന്നുള്ളതാണ്. അതിന് സീനിയർ സിറ്റിസൺ ആകണമെന്ന് നിർബന്ധമില്ല. അത് വ്യത്യസ്തമായ ഒരു രീതിയിൽ എവിടെ വെച്ചും വാതിൽ അടയ്ക്കപ്പെടാം എന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് നമ്മളുടെ ഈ 3 സംഘടനകളും കൂടെ എനിക്ക് സന്തോഷം തോന്നിയത്, ഈ 3 സംഘടനകളും അവരുടെ ഭരണഘടനകളുടെ വ്യത്യസ്തതകളെ എല്ലാം വിസ്മരിച്ച് ഒരുമിച്ച് നിൽക്കുവാൻ കഴിയുന്നു എന്നത് തന്നെ വലിയൊരു സംഭവമാണ് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. കാരണം ഓരോ സംഘടനകളും അതതിൻ്റെതായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനും അതതിൻ്റെതായ ഭരണ സംവിധാനങ്ങളും ഒക്കെ വ്യത്യസ്തമായി ഉണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ ഒരുമിച്ച് നിൽക്കേണ്ടത് ആവശ്യമാണ്. ഒരു കാര്യത്തിനാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നത്. അതെന്ത് എന്ന് ചോദിച്ചാൽ സുവിശേഷത്തിൻ്റെ വർധനവിനും വളർച്ചയ്ക്കുമാണ് നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നത്. വൈ എ ചർച്ച്? എന്തിനാണ് ഒരു സഭ? എന്തിനാണ് ഈ കൂട്ടായ്മ? വൈ എ ടെമ്പിൾ ലൈക്ക് ദിസ്? വൈ എ ബിൽഡിംഗ് ലൈക്ക് ദിസ്? ഒത്തിരി ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. എന്തിനാണ് ഒരു കൺവെൻഷൻ? ഒത്തിരിയും ആളുകളുടെ മനസ്സിൽ ഒരു ധാരണയുണ്ട്, ഈ കൺവെൻഷനൊക്കെ എന്താണ്, ഇന്നലെ കേട്ടതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊന്നും ഇന്ന് കേൾക്കാൻ പോകുന്നില്ല. ആള് മാറി അത് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അച്ഛൻ പറഞ്ഞ വിഷയം തന്നെയാണ് ഞാനും പറയേണ്ടത്. എത്രയോ അച്ഛന്മാർ പ്രസംഗിച്ച അതേ വചനം തന്നെയാണ് ഈ കാലഘട്ടത്തിൽ ഞങ്ങളും പ്രസംഗിക്കേണ്ടത്. വരും കാലങ്ങളിലും പ്രസംഗിക്കേണ്ടത് ഇതേ സുവിശേഷമാണ്. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ കൂടുതൽ കേൾക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന മനോഭാവങ്ങളെയാണ് ഇതെല്ലാം സ്വാധീനിക്കുന്നതെന്നാണ്. ഞാനൊരു ഇടവകയിലെ രാവിലെ അന്നത്തെ പ്രസംഗ വിഷയം യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് ആൻഡ് യു ആർ ദ സോൾട്ട് ഓഫ് ദി എർത്ത് എന്നതായിരുന്നു. അപ്പം ഞാൻ അതേക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ വെളിച്ചത്തെക്കാൾ കൂടുതൽ ഞാൻ ഉപ്പിന് സ്വല്പം പ്രാധാന്യമൊക്കെ കൊടുത്ത് ഉപ്പിനെ കുറിച്ചൊക്കെ രാവിലെ പ്രസംഗമൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് യുവജനസഖ്യം ഉണ്ടായിരുന്നു. യുവജനസഖ്യത്തിലെല്ലാം രാവിലെ ചേർത്ത ഉപ്പിൻ്റെ ബാക്കി രണ്ടാമത്തെ സംഘടനയിലെ അതിലും പറഞ്ഞു. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് ഒരു പ്രാർത്ഥനാക്കൂട്ടം ഉണ്ടായിരുന്നു. അവിടെയും ഉപ്പ് അതിൻ്റെ ബാക്കി പോയിൻ്റ് കൂടെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരുത്തൻ പറഞ്ഞു, വെച്ചാൽ ഓക്കാനം വരുന്നുണ്ട്, വല്ലാതെ ഛർദ്ദിക്കാൻ തോന്നുന്നുണ്ട്. ഞാൻ ചോദിച്ചു എന്ത് പറ്റിയടേ എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഞാൻ രാവിലെ മുതൽ ഉപ്പ് കൂട്ടി അതിൻ്റെ അളവ് വല്ലാതെ കൂടുന്നുണ്ട്. അദ്ദേഹം രസകരമായി പറഞ്ഞുവെങ്കിലും ഞാൻ പറഞ്ഞു, ഇതുപോലെ രാവിലെ കേട്ട ഉപ്പും അത് കഴിഞ്ഞ് കേൾക്കുന്ന ഉപ്പും എല്ലാം പിന്നെ ചേർക്കുന്ന എല്ലാം ഉപ്പ് നമ്മൾ എത്രയോ നാളുകളായിട്ട് ഉപ്പ് ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് ഉപ്പ് നമ്മൾ നിർത്തിയിട്ടില്ല. അതുപോലെ എത്രയോ നാളുകൾ നമ്മൾ ആഹാരം കഴിക്കുന്നു, മടുത്തിട്ടില്ല, നിർത്തിയിട്ടില്ല. കാരണം അതൊന്നും നിർത്താവുന്നതല്ല. എത്രയോ നാളുകൾ പണം സമ്പാദിക്കുന്നു, നിർത്തിയിട്ടില്ല. എത്ര നാളുകൾ ജോലി ചെയ്യുന്നു, നിർത്തിയിട്ടില്ല. എത്രയോ നാളുകൾ നമ്മുടെ ജീവിതത്തിൽ വസ്ത്രം മാറി വാങ്ങുന്നുണ്ട്, നിർത്തിയില്ല. ഇനിയിപ്പോൾ നമ്മുടെ അലമാരകളിലൊക്കെ നമ്മളുടെ ഇതൊക്കെ വാർഡ്രോപ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആരും ഒരിക്കൽ പറഞ്ഞു, ഒരു അമ്മാമ്മ ഒരിക്കൽ അലമാരിയിലെ സാരി വീണ് പെടലി ഒടിഞ്ഞ് താഴെ വീണു എന്ന് പറയുണ്ടായി. കാരണം സാരിക്കെട്ടുകൾ തുറന്നപ്പോൾ മുകളിൽ നിന്നെല്ലാം കൂടി ഇടിഞ്ഞ് താഴെ വീണ് പെടലി ഒടിഞ്ഞ് വീണ എത്രയോ പേരുണ്ടാകാം. അപ്പോൾ നമ്മുടെ ഇതുപോലെ എത്രയോ കബോർഡുകൾ നമ്മുടെ നിറഞ്ഞ് ഒരിക്കൽ പോലും ഉപയോഗിക്കാത്ത സാരികൾ എന്നാണ് എന്നെ എടുത്തുപയോഗിച്ച് എവിടെങ്കിലും ഒന്ന് കൊണ്ടുപോകും അമ്മാമ്മയെന്ന് കാത്തിരിക്കുന്ന എത്രയോ വസ്ത്രങ്ങൾ വീടുകളിലുണ്ട്. എത്രയോ തവണ വാങ്ങിയ വസ്ത്രങ്ങൾ എന്നിട്ടും നമ്മൾ വസ്ത്രം വാങ്ങിപ്പോൾ നിർത്തിയിട്ടില്ല, ധാരാളം വീണ്ടും വീണ്ടും വാങ്ങുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ആകെ കൂടി നിർത്താൻ പറ്റിയ ഒരു കാര്യം ഈ പ്രസംഗം കേൾക്കുന്നത് നിർത്താം എന്നുള്ളത് ഒരു ചിന്ത പലർക്കും ഉണ്ടാകും. നിർത്തിക്കോ, കുഴപ്പമില്ല, നിനക്ക് കേൾക്കാൻ ഒക്കാത്ത ഒരു കാലം നിനക്കുണ്ടാകും എന്നതോർക്കണം.
ഞാനിന്ന് ഈ ശുശ്രൂഷയ്ക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഈ ശബ്ദത്തിൽ ഞാൻ നിങ്ങളോട് വചനം പ്രഘോഷിക്കുവാൻ എനിക്ക് സാധ്യമായി തീർന്നത് എന്നെ ദൈവം വീണ്ടും എനിക്ക് ഈ ശബ്ദം തിരികെ തന്നതുകൊണ്ടാണ്. 2016 ഞാൻ എൻ്റെ ശുശ്രൂഷ അവസാനിപ്പിച്ച് VRS എടുത്ത് മടങ്ങി വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചവനാണ്. കാരണം എനിക്ക് ദൈവം തന്നതായ ഒരു ശബ്ദമുണ്ടായിരുന്നു. അത് ഭംഗിയായിട്ട് ഉപയോഗിച്ചു. ഭംഗിയായിട്ടെന്ന് മാത്രമല്ല, ഞാൻ ഈ ശബ്ദം പരമാവധി ഉപയോഗിച്ചു. ഒരു നിയന്ത്രണവുമില്ലാതെ, ഒരു വിധത്തിലും പിശുക്ക് കാണിക്കാതെ ശബ്ദം നന്നായി ഉപയോഗിച്ച് പ്രസംഗിക്കുകയും ശുശ്രൂഷകൾ നിർവഹിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് ശബ്ദം എടുക്കുവാൻ പറ്റാതെയായി. എൻ്റെ വോക്കൽ കോഡിൽ കനത്ത പോളിപ്പ് ഉണ്ടായതിനു ശേഷം ഒട്ടും ശബ്ദമെടുക്കാൻ പറ്റാതായി. ഒടുവിൽ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയിൽ പോലും എനിക്ക് പ്രസംഗിക്കുവാൻ പാടുവാൻ കഴിയുന്നില്ല, വായിക്കുവാൻ കഴിയുന്നില്ല. ഞാൻ നിശബ്ദനായിരിക്കും. മനസ്സിൽ വല്ലാത്ത വേദനയാണ്. ദൈവമേ, എത്ര മനോഹരമായി പാടി, എത്ര ദീർഘനേരം പ്രസംഗിച്ച്, എനിക്ക് എത്ര ദീർഘമായി ശുശ്രൂഷ എടുത്തിട്ടും എനിക്ക് ഇനിയും സംസാരിക്കുവാൻ കഴിയുന്നില്ല. ഞാൻ പതുക്കെ അതേക്കുറിച്ച് ആലോചിച്ചു. അങ്ങനെ ഗൗരവമായി ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ പട്ടക്കാരൻ പറഞ്ഞു, അച്ഛൻ ഇന്നടുത്തൊരു ഡോക്ടറെ പോയി കാണണം, അച്ഛൻ പിന്മാറരുത്, ഈ ശബ്ദം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ ഇടയാകരുത്. ഞാനൊരു ഡോക്ടറോട് ചോദിച്ചു, പറഞ്ഞു, അറ്റംപ്റ്റ് ചെയ്യരുത്, യു മേ ലൂസ് ദ ഹോൾ യുവർ വോയിസ്, അതുകൊണ്ട് അതേ തുടരുത്, അതങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ ജീവിക്കുക എന്നൊക്കെ പറഞ്ഞു. പക്ഷേ മറ്റൊരു ഇൻസ്പിറേഷൻ എൻ്റെ ഒരു സ്നേഹിതൻ നൽകിയത് കൊണ്ട് ഞാൻ ആ ഡോക്ടറെ പോയി കണ്ടു. ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഫാദർ, യു ഡോണ്ട് വറി, അത് മുൻപലത്തേക്കാൾ നന്നായി അച്ഛൻ്റെ ശബ്ദം ഉപയോഗിക്കത്തക്കവണ്ണം ഞാനത് ശരിയാക്കി തരാം. അങ്ങനെ ഒരു ഹോപ്പ് ഒരു ഡോക്ടർ തരിക എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വലിയ സന്തോഷം. സാധാരണഗതിയിൽ ഒരു ആളുടെ അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡോക്ടറല്ല, ആരെങ്കിലും നമ്മൾ ഒരുത്തനോട് ചെന്ന് കഴിഞ്ഞാൽ, ഇതേ രോഗം വന്നാണ് കഴിഞ്ഞ ആഴ്ച ഒരുത്തൻ ചത്തുപോയത് എന്ന് പറഞ്ഞ് അവൻ്റെ ജീവിതത്തെ പേടിപ്പിച്ച് വരട്ടി വിടുന്ന ആളുകൾ ജീവിക്കുന്ന നമ്മുടെ ഒരു സമൂഹത്തിൽ ഇങ്ങനെ ഒരു പോസിറ്റീവ് എനർജി തന്ന് അദ്ദേഹത്തിൻ്റെ വാക്കനുസരിച്ച് ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ അറിഞ്ഞു തരാം, ശരിയാക്കി തരാം എന്ന് പറഞ്ഞു. നമ്മുടെ രാഷ്ട്രീയക്കാർ പറയുന്ന പോലല്ല, അല്ലെങ്കിൽ ചിലർ പറയുന്നവർ ശരിയാക്കി തരാം എന്ന അർത്ഥത്തിലല്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു 45 മിനിറ്റ്സ് സർജറിക്ക് ഫാദർ വിധേയപ്പെടണം. ആദ്യം ഒന്ന് പേടിച്ചു. കാരണം ഇത് വോക്കൽ കോഡെ കയറി തൊടുക എന്നൊക്കെ പറയുന്നത് വളരെ ലോലമായിട്ടുള്ള ഈ ശബ്ദം. അന്നാണ് ശരിക്ക് അയാൾ എന്നെ ഒരു 3/4 മണിക്കൂർ ഈ വോക്കൽ കോഡിൻ്റെ ഫങ്ഷൻ എന്നെ ശരിക്കും കാണിച്ച് എൻ്റെ വോക്കൽ കോഡ് തന്നെ എൻ്റെ മുൻപിലെ കമ്പ്യൂട്ടറിൽ കാണിച്ചതിൻ്റെ അപകടങ്ങളെയും അതുണ്ടാകുന്നതെല്ലാം എന്നെ പഠിപ്പിച്ചതിന് ശേഷം പറഞ്ഞു, ഒരു ഡേറ്റ് സ്കെഡ്യൂൾ ചെയ്തു. ഞാൻ അതനുസരിച്ച് അതിനെ വിധേയപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞു, ഒരു 2 ആഴ്ച ഫാദർ ഒരക്ഷരം മിണ്ടരുത്. 2 ആഴ്ച. 4 കൂട്ടം ആളുകൾ വാ കൊണ്ട് ജീവിക്കുന്നവരാണെന്ന് നിങ്ങൾക്കറിയാം. വാ കൊണ്ട് ജീവിക്കുന്ന 4 കൂട്ടരുണ്ട്. അതിലൊന്നാണ് വക്കീല്, രണ്ടാമത്തെ ആളാണ് വൈദ്യര്, മൂന്നാമത്തെ ആളാണ് വാദ്യാര്, 4ാമത്തെ കൂട്ടരാണ് വൈദികൻ. 4 പേരും വാ കൊണ്ട് ജീവിക്കുന്നവരാ. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അക്ഷരം തന്നെ വായാണ്. അപ്പോൾ വാ കൊണ്ട് ഒരു അധ്യാപകൻ്റെ ശബ്ദം നിലച്ചാൽ പിന്നീട് ഒരു ഗുണമില്ല. അതുകൊണ്ട് ഈ ശബ്ദം നിലച്ചു പോയാൽ പിന്നെ അച്ഛൻ എന്തിനു കൊള്ളാം? നമ്മൾ പറയും, മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ സ്നേഹമില്ലെങ്കിൽ എന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നല്ല ശബ്ദം, ഈ അച്ഛൻ്റെ ശബ്ദം കേട്ടാൽ തന്നെ എന്തോ ഒരു പാറപ്പുറത്ത് ചിരട്ടയിട്ട് ഉരയ്ക്കുന്ന ശബ്ദമാണ്, ഒരു സുഖമില്ലാതെ തോന്നിപ്പോകും. അതുകൊണ്ട് ശബ്ദം വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം 2 ആഴ്ചത്തേക്ക് എനിക്ക് ഒരക്ഷരം ഉരിയാടരുത് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഭാര്യയും മക്കളും ആ ഡോക്ടറെ വളരെ രഹസ്യമായി കണ്ടിട്ട് പറഞ്ഞു, ഡോക്ടറെ, 2 ആഴ്ച പോരാ, ഈ പുള്ളി ഉറക്കത്തിലും വർത്താനം പറയുന്ന ആളാണ്, അതുകൊണ്ട് മിനിമം 1 മാസം ഒരക്ഷരം ഉരിയാടാൻ പാടില്ല എന്ന് കർശനമായ നിർദ്ദേശം കൊടുക്കണം എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, അതിന് അന്നത്തെ ദിവസം എന്നോടൊന്നും പറഞ്ഞു, ഇത്രയും പറഞ്ഞുള്ളൂ. പിറ്റേ ദിവസം ഡോക്ടർ പറഞ്ഞു, ഫാദർ, ഒരു മാസമാണെങ്കിൽ ഇതിന് ഗുണം ചെയ്യും എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ശരിയാണ്, 1 മാസത്തേക്ക് അങ്ങ് 1 മാസം എനിക്ക് സങ്കല്പിക്കാൻ പാടില്ല. കാരണം ഓരോ ദിവസങ്ങൾ മിണ്ടാതിരിക്കുകയാണ്.
ഞാൻ ഒരാഴ്ച കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുക? ചായയോ എന്തെങ്കിലും വേണമെന്ന് പറയുന്നത് എങ്ങനെ? എന്നാൽ ഞാനൊരു സ്കൂളിൽ ജോലി ചെയ്തിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ സഭയുടെ കാസർഗോഡുള്ള ഡെഫ് ആൻഡ് ഡംബ് സ്കൂളിലെ മാനേജരായിട്ട് ഞാൻ 2 വർഷം ഉണ്ടായിരുന്നു. അങ്ങനെ ആംഗ്യ ഭാഷ ഏറെക്കുറെയൊക്കെ പൊട്ടന്മാരെ പഠിപ്പിക്കുന്ന ഭാഷ ഏറെക്കുറെ എനിക്ക് കൈവശമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അത്യാവശ്യ കാര്യങ്ങളൊക്കെ എൻ്റെ ഭാര്യയും അതുപോലെയൊക്കെ ആക്ഷനൊക്കെ കാണിക്കും, വിളിക്കും. എൻ്റെ കൈയും കാലും കാണുമ്പോൾ അറിയാം എന്തോ ചിലരുടെ ശരീരഭാഷ കാണുമ്പോൾ എന്തോ എന്നുള്ളത് അറിയാം. അങ്ങനെ കുറച്ച് നാൾ ഒരുമിച്ച് പാർക്കുന്നവർക്ക് അങ്ങനെ ചില ഗുണമുണ്ട്. കൂടെ പാർക്കുന്നവൻ്റെ ആംഗ്യഭാഷയും ശരീരഭാഷയും ഒക്കെ തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ പുത്രി, ലൈവ് ഉണ്ടോ ഇത്? അവൾ വല്ലതും കേട്ടാൽ പറയും, മേലാൽ എന്നെക്കുറിച്ച് എങ്ങും പറഞ്ഞേക്കരുത് എന്നോടൊരു വാണിജ്യം തന്നിട്ടുണ്ട്. അവൾ പറഞ്ഞു, അവൾ അന്ന് MBAക്ക് പഠിച്ചുകൊണ്ടിരിക്കുക. അവൾ കോളേജിൽ നിന്ന് ഒരു ദിവസം തിരിച്ചു വന്നപ്പം പറഞ്ഞു, ഞാൻ ഈ പേപ്പറിലൊക്കെ എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, ഡാഡി പേപ്പർ ഈസ് വെരി എക്സ്പെൻസീവ്, അതുകൊണ്ട് ഇക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു സംഗതി ഉണ്ട്. അവളൊരു മാജിക് സ്ലേറ്റ് എവിടുന്നോ വാങ്ങിച്ചുകൊണ്ട് വന്നു. മാജിക് സ്ലേറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, എഴുതിയാൽ ഉടനെ നമുക്ക് വായിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നത് എപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഓർമ്മയ്ക്കായി. ഞാനതിൽ എഴുതും, ഒരു ചായ എന്നെഴുതി ഭാര്യയെ കാണിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് വായിക്കാമല്ലോ. അങ്ങനെ ഒരു 2 ആഴ്ച. അതിനിടയിൽ ഞാൻ അനുഭവിച്ച സംഘർഷം ഭയങ്കരമായിരുന്നു. എപ്പോഴും സംസാരിച്ചു കൊണ്ടിരുന്ന ഒരാൾ നിശബ്ദരായി ഒരു ദിവസം ഇരുന്നേ, നമ്മൾ ഒരു ദിവസം മിണ്ടാണ്ടിരുന്നേ, ഒന്നും ഉരിയാടാതെ ഒരു ദിവസം ഇരുന്നാൽ നമ്മുടെ ഉള്ളിൽ ഇമോഷണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. നമ്മുടെ ഉള്ളിലൊരു വൈകാരികമായ, നമ്മൾ ഭാര്യയും ഭർത്താവും കൂടെ പിണങ്ങിയാൽ പോലും പരമാവധി നിങ്ങൾ എത്ര നാളിരിക്കും? ആരും അതെങ്കിലും എനിക്കറിയാം ഇത് ലൈവ് പോകുന്ന കാര്യമാണ്. മിണ്ടിപ്പോയാൽ കുഴപ്പമാണ്. ഏതായാലും നമ്മൾ പിടിച്ചൊക്കെ നിൽക്കും 1-2 ദിവസമൊക്കെ, അല്ലെ ചിലർ അതിന് മുമ്പോട്ട് പോകും. അപ്പോൾ ഏതായിരുന്നാലും ഈ നിശബ്ദത എന്നെ വല്ലാതെ ബാധിച്ചു എന്നതാണ്. അന്ന് ഞാൻ ഒരു ചെറിയ ആർട്ടിക്കിൾ എഴുതി, മൗനത്തിൻ്റെ നൊമ്പരങ്ങൾ 9 ദിനങ്ങൾ. 9 ദിവസമായപ്പോഴേ ഞാനിത് എഴുതാൻ തുടങ്ങി. അപ്പോൾ അത് എഴുതി ഞാൻ തന്നെ എഴുതിച്ച് എവിടെയെങ്കിലുമൊക്കെ പബ്ലിഷ് ചെയ്യണമെന്നൊക്കെ മനസ്സിലാണ്. പക്ഷേ 2-3 പ്രാവശ്യമൊക്കെ വായിച്ചു ഞാൻ തന്നെ അത് കീറിക്കളഞ്ഞു. കാരണം വെറുതെ നാട്ടുകാർ അറിയണ്ട, എൻ്റെ പ്രശ്നങ്ങൾ വേറൊരാളിനെ വിളിച്ചറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചതില്ലാതാക്കി. ഞാൻ പറയാൻ ശ്രമിച്ചതിൻ്റെ മറ്റൊരു കാര്യം ഇതാണ്, നമ്മളുടെ ശബ്ദം, നമ്മൾ ഒരു റുട്ടീൻ ലൈഫിൽ നമ്മളിങ്ങനെ സ്മൂത്തായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. വി നെവർ wanted to have an interruption or a disruption in our routine life. നമ്മുടെ ജീവിതത്തിൻ്റെ ദിനചര്യകളിൽ ഒരു ഇൻ്ററപ്ഷൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഇഫ് യു ആർ ഡൂയിങ് വെൽ, യു ഡോണ്ട് എക്സ്പെക്ട് ആൻ ഇൻ്ററപ്ഷൻ ഫ്രം വിത്തിൻ ഓർ ഔട്ട്സൈഡ്. നിങ്ങൾ ഒരിക്കലും അത് ആഗ്രഹിക്കുന്നില്ല, പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ഒരു ഇൻ്ററപ്ഷൻ ഉണ്ടാകുമ്പോൾ ഹൗ ഡു യു റെസ്പോണ്ട് ടു ദി ഇൻ്ററപ്ഷൻ വിച്ച് ഈസ് ഹാപ്പനിങ് വിത്തിൻ ഓർ ഔട്ട്സൈഡ് ഓർ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ഓർ ആൻ ഇൻറ്റേർണൽ ഫോഴ്സ്? നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു ഇൻ്ററപ്ഷനെ എങ്ങനെയാണ് അതിനോട് നേരിടുന്നത് എന്നതൊന്ന് ചിന്തിക്കാൻ വേണ്ടി. എന്നാൽ 1 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് സംസാരിക്കുവാൻ കഴിഞ്ഞു. ആദ്യമായി വിശുദ്ധ കുർബാന ശുശ്രൂഷ അനുഷ്ഠിക്കുവാൻ ഞാൻ എഴുന്നേറ്റ് നിന്ന് ആരംഭിക്കുമ്പോൾ എനിക്കൊരു പുതിയ ശബ്ദം ദൈവം തന്നു. പുതിയ ശബ്ദം അന്നു മുതൽ ഇന്നേക്ക് 8 വർഷം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ഡോക്ടർ എന്നോട് പറഞ്ഞത്, ഡോണ്ട് അബ്യൂസ് യുവർ വോയിസ് ഫർദർ. ഇനിയും ഈ ശബ്ദം അബ്യൂസ് ചെയ്യരുത് എന്നാണ്. അതുകൊണ്ട് എനിക്ക് ഉച്ചത്തിൽ വർത്തമാനം പറയുന്ന സ്നേഹിതന്മാരോട് പറയാനുള്ളത്, ഡോണ്ട് അബ്യൂസ് യുവർ വോയിസ്. പൊതുയോഗത്തിലോ പള്ളിയിലോ ആരെങ്കിലും അങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ നിങ്ങളുടെ ശബ്ദത്തെ അബ്യൂസ് ചെയ്യുകയാണ്. അത് ചെയ്യരുത് എന്നതാണ് എൻ്റെ അർത്ഥം. റിമി ടോമിയുടെ ശബ്ദം കറക്റ്റ് ചെയ്ത് കൊടുത്ത ഡോക്ടർ ജയകുമാറാണ് എൻ്റെ ശബ്ദവും ഈ രീതിയിലാക്കിയത്. റിമി ടോമിയുടെ അത്രയും പാടാനും നോക്കത്തില്ല. ആ ഡോക്ടർ തന്നെയാണ് ഈ ശബ്ദത്തിൻ്റെയും ഉത്തരവാദി എന്ന് ഞാൻ പറയാൻ ശ്രമിച്ചതാണ്. ദൈവം നമുക്ക് നൽകുന്ന എത്രയോ. അതുകൊണ്ടൊരു പാട്ട് ഉച്ചത്തിൽ പാടാനൊരവസരം നിങ്ങൾക്ക് കിട്ടിയാൽ പാടിയേക്കണം. എങ്ങോട്ടും നോക്കരുത്, ആരെയും നോക്കരുത്. കൈയടിച്ചൊരു പാട്ട് പാടാൻ ഒരു അവസരം കിട്ടിയാൽ കൈ അടിക്കണം. ഈ കൈ പൊക്കാനൊക്കാത്തൊരു സമയം, അന്നേരം കൈ പൊക്കണമെന്ന് വിചാരിച്ചാൽ ഇത് പൊങ്ങത്തില്ല കയ്യെ. അതുകൊണ്ട് എപ്പോൾ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എങ്ങനെയൊരവസരം തരുന്നുവോ ആ അവസരം ഉപയോഗപ്പെടുത്തണം.
ഈ കൺവെൻഷൻ എന്ന് പറയുന്നത് എല്ലാ വിലക്കുകളെയും ചട്ടക്കൂട്ടുകളെയും എല്ലാവിധമായിട്ടുള്ള ഈ റൊട്ടീൻ ആക്ടിവിറ്റീസിൽ നിന്ന് ഒന്ന് മോചനം പ്രാപിച്ച് വി ഹാവ് ടു റിലാക്സ് അവർ സെൽഫ് right in front of the word of God, and we have to open with an open mind before the presence of the Holy Spirit. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംഭാഷിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനുവേണ്ടി നമ്മൾ സ്വയം വിധേയപ്പെടുന്ന നിമിഷങ്ങളാണ്. അതുകൊണ്ട് ഇന്ന് ഞാനിവിടെ ഇരുന്ന് അച്ഛൻ പറഞ്ഞൊരു ഗായക സംഘം നമുക്കില്ലെങ്കിൽ പാട്ട് വരത്തില്ല. നമ്മുടെ ഇടവകയൊക്കെ ഗായക സംഘത്തിൻ്റെ, ആരും തെറ്റിദ്ധരിക്കരുത്, ഗായക സംഘത്തിൻ്റെ എന്താ പറയുന്നത്, അവരില്ലെങ്കിൽ നമുക്ക് പാടാൻ പറ്റാത്ത ഒരു കാലത്തിലേക്ക് മാറി എന്ന് പറഞ്ഞാൽ അത് അപകടകരമാണ്. എന്നാൽ ഇന്ന് നിങ്ങൾ ഈ സാഹസിക പ്രവർത്തനത്തിൽ ഇത്രയും പേരെങ്കിലും കയറി ഇരുന്നല്ലോ എന്നത് തന്നെയാണ്. നമ്മൾക്ക് എല്ലാവർക്കും കൂടെ അറിയാവുന്ന ഒരു പാട്ട് കൈയൊക്കെ അടിച്ചൊന്ന് പാടാൻ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു ഗുണമുണ്ട്, കൈയടിക്കുന്നൊരു ഗുണമുണ്ട്. ഈ രണ്ട് കൈകൾ, ഇതെല്ലാം നെർവസ് സിസ്റ്റം മുഴുവൻ ഇവിടെയാണ് കേട്ടോ. നാച്ചുറലായിട്ട് ഇത് ചേർത്ത് അടിച്ചാലുണ്ടല്ലോ ഹാർട്ടിൻ്റെ പമ്പിങ് വളരെ വേഗത്തിൽ നടക്കും. ഒന്നീ ചാവുമോ അല്ലെ ഇല്ലയോ എന്നുള്ളത് പള്ളി വെച്ച് തന്നെ അറിയാൻ പറ്റും. അതുകൊണ്ട് ചത്തെടുത്തിവിടെ കൊണ്ടുവരുന്നതിന് മുമ്പ് ഇവിടെ തന്നെ തീരുമാനിക്കാൻ നല്ലപോലെ കൈയടിച്ചങ്ങോട്ട് പാടാൻ നമുക്ക് ശ്രമിച്ചാൽ നമ്മുടെ ഈ നെർവസ് സിസ്റ്റം അങ്ങ് ലൈവാവും, അങ്ങ് സ്റ്റിമുലേറ്റ് ചെയ്യും, നമ്മൾ വേർക്കും. അത് ഹാർട്ട് അറ്റാക്ക് എന്ന് വിചാരിക്കണ്ട. നമ്മുടെ ശരീരത്തിന് കാശ് കൊടുത്ത് വല്ല ജിമ്മിൽ പോയി വേർക്കുന്നതിനേക്കാൾ ഈ ദേവാലയത്തിൽ കൈയടിച്ച് രണ്ട് പാട്ടുപാടി ദൈവത്തെ പുകഴ്ത്തുവാൻ കഴിഞ്ഞ് നീ വേർത്താൽ നിന്റെ ആത്മീയ ജീവിതം കുറെ കൂടെ പുഷ്ടിപ്പെടാനാണ്. നീ കഴിക്കുന്ന ഈ ആഹാരം മടുത്തു പോകത്തില്ല. നീ ആത്മീയ ജീവിതം ഓരോ നാളുകൾ കഴിയുമ്പോൾ പുഷ്ടിപ്പെടണം. We have to reinforce and strengthen our spiritual life when days are going on. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകുമ്പോൾ ഒരിക്കൽ അവസാനം നിസ്സഹായതയോടെ കടന്നു പോകാനിടയാകരുത്. അവസാനം അടുത്തിരുന്ന് പാടാൻ ഒരുത്തം പോലും കാണത്തില്ല. ഗായക സംഘത്തെ വിളിച്ചു വരുത്തേണ്ടി വരും. അങ്ങനെയാണ് ഇപ്പം നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സഭാപ്രസംഗി 12-ാം അധ്യായത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്: അന്ന് വിലാപം കഴിക്കുന്നവർ വീതിയിൽ ചുറ്റി സഞ്ചരിക്കും എന്ന് പറഞ്ഞാൽ കൊയർ ഗ്രൂപ്പ്, ഓർക്കസ്ട്ര ഗ്രൂപ്പ്. ഒരുത്തൻ ആശുപത്രിയിൽ കയറുമ്പോൾ തന്നെ ഇപ്പോൾ പാക്കേജ് ഡീലാണ്. ICUയിലാണോ അച്ചായൻ? ബാക്കി കാര്യം മുഴുവൻ ഞങ്ങൾ ഏറ്റെടുത്തോളാം. ഈവൻ മാനേജ്മെൻറ്റുകാർ അത് ഏറ്റെടുത്തോളും. തുടക്കം മുതൽ ഒടുക്കം വരെ അവരിരുന്ന് സകലതും നമുക്ക് വേണ്ടി പാടിത്തരും. കരഞ്ഞു പാടണമെന്നുണ്ടെങ്കിൽ കാശിൻ്റെ മൂപ്പനുസരിച്ച് പാടിത്തരും. കരയണമെങ്കിൽ നെഞ്ചത്തടിച്ച് കരയാൻ വരെ ആളിനെ കിട്ടുന്ന നാടാണ് കേരളം. എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ പോയി നിൽക്കുന്നു എന്നത് ചിന്തിക്കണം. നമ്മൾക്ക് ഒരു കൈയൊക്കെ അടിച്ച് മാർത്തോമ പള്ളിയിൽ ഇരുന്നൊരു കൈയടിച്ച് പാടാൻ നാണക്കേട്. അപ്പുറത്തോട്ട് മാറിയാൽ സ്പ്രിങ് ആടുന്ന പോലെ നാടി പാടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ എന്താ അത് പറ്റാത്തത്? അതിനുള്ള സ്വാതന്ത്ര്യം സഭ അനുവദിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് പാടിയാലോ? നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണല്ലോ. ഏതാ? ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. അതിൻ്റെ 1-2 ചരണങ്ങൾ മാത്രം പാടി. ജീവനച്ഛൻ അതിനൊരു ട്യൂണൊക്കെ ഇട്ട് തരും. അച്ഛൻ്റെ കൂടെ നമുക്ക് എല്ലാവരും കൈയടിച്ച് പാടണം. എല്ലാവരും കൈക്ക് ഏതെങ്കിലും വിധത്തെ തളർച്ചയുള്ളവർ ഒന്ന് ശ്രമിച്ചു നോക്കിക്കോ. ചിലപ്പോൾ ഇന്ന് ഇത് ആ കൈ അങ്ങ് ശരിയാകാനും വകുപ്പുണ്ട്. അതുകൊണ്ട് നമുക്കൊരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. കൈ വേദനിക്കുന്നു എന്നും വിചാരിച്ചൊന്നും ഇരിക്കരുത്. അങ്ങ് തുടങ്ങിക്കോ പരിപാടി. ദൈവം തമ്പുരാൻ നമ്മുടെ കൈകൾക്കും കാലുകൾക്കും ഒക്കെ ബലം തരും, എല്ലാറ്റിനും ശക്തി തരുന്ന. അതിനാണ് that is a convention that we are gathered here. We have to revitalize and rejuvenate our spiritual life, and we have to reinforce our own spiritual life. അതിനുള്ള ഒരു ഒക്കേഷനാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് പാടാം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും. ഇഹലോകമോ തരികിൽ ഒരു സുഖവും മനഃശാന്തിയതും. ഇഹലോകമോ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ
എന്നും ആനന്ദമുണ്ടെനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും. എൻ്റെ ആയുസ്സിൻ ദിനമൊക്കെയും തൻ്റെ എൻ്റെ ആയുസ്സിൻ ദിനമൊക്കെയും കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് ഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. വചനത്തിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞു. യേശു ദേവാലയത്തിൽ ചെന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ, സമാന്തര സുവിശേഷത്തിൽ നിന്ന് വിഭിന്നമായ യോഹന്നാൻ്റെ ഒരു പരസ്യ ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം പറഞ്ഞാണ് തുടങ്ങുന്നത്. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് യോഹന്നാൻ കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയ അത്ഭുത ശുശ്രൂഷയിലൂടെയാണ്. ദേവാലയത്തെക്കുറിച്ച് യേശുക്രിസ്തു ഒരു പുത്തൻ അറിവ് നമുക്ക് നൽകുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, The word became flesh and dwelt among us. വചനം ജഡമായി തീർന്നു, മനുഷ്യരുടെ ഇടയിൽ പാർത്തു എന്നതാണ്. The word became flesh and dwelt among human being. മനുഷ്യരുടെ ഇടയിൽ വചനം ശരീരമെടുത്ത ഒരു ചരിത്ര സംഭവത്തിൻ്റെ തുടക്കമാണ് പറയുന്നത്. ഒരു ഇൻ്ററപ്ഷനാണ്. ദൈവത്തെ മനുഷ്യൻ, പഴയ നിയമ ചിന്തയിൽ ദൈവത്തെ മനുഷ്യൻ ദൈവവുമായി സംവദിച്ചു കൊണ്ടിരുന്ന ഒരിടമുണ്ട്. അതേതാണ്? ദൈവത്തിൻ്റെ ആലയം. ദൈവാലയം പഴയ നിയമകാലത്ത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ഭാഗമായിരുന്നു. ദൈവജനവും ദൈവവും തമ്മിൽ സംവദിക്കുന്ന, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇടമായിരുന്നു ദി ടെമ്പിൾ ഓഫ് ഗാഡ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ വായിച്ച ഭാഗത്ത് നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളഞ്ഞു എന്ന് പറഞ്ഞാൽ, ദേവാലയം പഴയ നിയമകാലത്ത് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത വീടില്ലെങ്കിൽ പോലും ദേവാലയങ്ങളായിരുന്നു അവരുടെ ആദ്യത്തെ വീട്. അതുകൊണ്ട് ദേവാലയം, എവിടെ പോയാലും ദേവാലയം അവരുടെ ജീവിതത്തിൻ്റെ അനിവാര്യ ഘടകമാണ്. പഴയ നിയമം മുഴുവൻ നമ്മൾ വായിച്ചു വരുമ്പോൾ അങ്ങനെയാണ്. അതുകൊണ്ട് ദേവാലയവും മനുഷ്യനുമായിട്ടുള്ള സംസർഗം നടന്ന സന്ദർഭമാണ്. പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ സമാന്തര സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ദേവാലയത്തിൻ്റെ ഉൾപ്രദേശത്ത്, അത് തന്നെ പല തിരിവുകൾ ദേവാലയത്തിനുള്ളിലുണ്ട്. ദ സാങ്ക്ടം സാങ്ക്ടോറം എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അതിവിശുദ്ധ സ്ഥലം. അവിടെ മഹാപുരോഹിതന് മാത്രമേ വർഷത്തിലൊരിക്കൽ പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് മുന്നോടിയായി എലിസബത്ത്, സക്കറിയ ദമ്പതിമാർ, അവർക്ക് കുഞ്ഞുങ്ങളെ ഇല്ലാതിരുന്നു. അതിൻ്റെ കാലങ്ങളും താല്പര്യങ്ങളും എല്ലാം ഉപേക്ഷിച്ചപ്പോൾ സക്കറിയാവിൻ്റെ ജീവിതത്തിൽ ഒരു മോഹം, ഒരാഗ്രഹം ബാക്കിയുണ്ടായിരുന്നു. എന്തായിരുന്നു ആഗ്രഹം? തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് ദേവാലയത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്ത് ധൂപം കാണിക്കുവാൻ
ഒരവസരത്തിന് വേണ്ടി കാത്തിരുന്നു. അന്ന് എത്രയോ ആയിരക്കണക്കിന് പുരോഹിതന്മാരുള്ള കാലത്ത് അങ്ങനെ ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നത് പ്രയാസമുള്ളതാണ്. അതുകൊണ്ട് ഈ സാങ്ക്ടം സാങ്ക്ടോറത്തിൽ പ്രവേശിച്ച് ധൂപം കാണിക്കുവാൻ ആളുകളെ തെരഞ്ഞെടുക്കുന്നത് നറുക്കിട്ടാണ്. അങ്ങനെ നറുക്ക് വീഴുന്നയാൾ എത്രയോ പറയുന്നത് വലിയ പദവിയിലേക്ക്, ജീവിതത്തിൻ്റെ സാഫല്യമാണ്, ഫുൾഫിൽമെൻ്റ് ആണ്, ഒത്തിരി പ്രതീക്ഷകളെ, സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതാണ്. അങ്ങനെയാണ് സക്കറിയ പുരോഹിതന് ദേവാലയത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുവാനിടയാകുന്നത്. നമ്മൾ മറ്റൊരു കാര്യം കൂടെ ഓർക്കണം. ദേവാലയത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്ന ആളിൻ്റെ കാലിൽ, പുരോഹിതൻ്റെ കാലിൽ ഒരു ചങ്ങല കെട്ടിയിരിക്കും. കാരണം അതിൻ്റെ ഉള്ളിൽ വെച്ച് ഏതെങ്കിലും വിധത്തിൽ അദ്ദേഹം മരിച്ചു വീഴുകയാണെങ്കിൽ മറ്റൊരാൾ അതിനുള്ളിൽ പ്രവേശിച്ച് അതിവിശുദ്ധ സ്ഥലത്തെ മലിനമാക്കാൻ പാടില്ല എന്നതുകൊണ്ട് ആ ചങ്ങലയിൽ വലിച്ചാണ് അയാളെ ഇറക്കുന്നത്. അത്ര മാത്രമായിരുന്നു ദേവാലയത്തെക്കുറിച്ചുള്ള പഴയ നിയമ സങ്കല്പങ്ങൾ. അങ്ങനെ സക്കറിയ പുരോഹിതൻ ദേവാലയത്തിനുള്ളിൽ ധൂപം കാണിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മൾ വായിക്കുന്നു, യഹോവയുടെ ദൂതൻ സക്കറിയാവിന് പ്രത്യക്ഷനായി. ജനങ്ങൾ സക്കറിയാവിൻ്റെ വാക്കുകൾ ദൈവത്തിൻ്റെ ശബ്ദമായി കേൾക്കാൻ കാത്തിരിക്കുകയാണ്. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ, അവൻ്റെ വാഗ്ദാനങ്ങൾ, അവൻ്റെ നിർദ്ദേശങ്ങൾ കേൾക്കുവാൻ ജനം ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ്. പക്ഷേ അന്നത്തെ മെസ്സേജ്, അന്ന് ദൈവം ഇടപെട്ടത് ആരുടെ ജീവിതത്തിലാണ്? സക്കറിയാവിൻ്റെ പേഴ്സണൽ ലൈഫിലാണ്. ദൈവം പലപ്പോഴും ഇടപെടുന്ന രീതിയൊന്നും നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പോലെയല്ല, നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെയൊന്നുമല്ല ദൈവം നമ്മളോട് ഇടപെടുന്നത്. ചിലരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പുള്ളി ചോദിച്ചുകൊണ്ടാണ് ദൈവം സഹായിച്ചതെന്ന് തോന്നിപ്പോവും. കർത്താവെ ഇപ്പം തന്നെ ഇനി തന്നേക്കണം, ഇയാളുടെ കുടുംബസ്വത്ത് ചോദിച്ചെടുക്കുന്നത് പോലെ. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാം, പക്ഷേ ദൈവം തരണോ? നമ്മൾ ചോദിച്ച നിങ്ങളുടെ പ്രാർത്ഥനകൾ, എത്രയോ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടാതെയുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്കെല്ലാം ദൈവം അപ്പോഴപ്പോൾ മറുപടി തന്നിരുന്നുവെങ്കിൽ ഈ ദൈവം ദൈവമല്ല, നമ്മളുടെ ആജ്ഞാനുവർത്തിയായി ദൈവം മാറുകയാണ്. പക്ഷേ നമുക്കെന്തും ചോദിക്കുവാനുള്ള ഒരനുവാദവും ഒരധികാരവും ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പറയുന്നു. കാരണം നമുക്ക് ചോദിക്കാനായിട്ട് ഇതിനിടയിൽ വേറൊരു അധികാരം തന്നിട്ട് പറയുന്നു, പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മളൊരു ബന്ധത്തിലേക്ക് ഈ ദൈവവുമായി ചേർത്തു. ആ ബന്ധം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഏകജാതനായ യേശുക്രിസ്തുവിലൂടെയാണ് നമ്മൾ ആ ബന്ധം സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഓർക്കണം, ഒരു കാലഘട്ടത്തിൽ ദൈവാലയത്തിൽ ദൈവത്തിൻ്റെ മന്ദിരമായിരുന്നു. ജനങ്ങളെല്ലാം അവിടെ വരും, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ ദൈവാലയത്തിൽ വന്നിരിക്കണം എന്നത് മാൻഡേറ്ററിയാണ്, അവരുടെ നിയമമാണ്. അതുകൊണ്ടാണ് യെരുശലേമിൽ വർഷത്തിലൊരിക്കലുള്ള ഫെസ്റ്റിവൽ, പെസഹ പെരുന്നാളിന് ലോകത്തുള്ള എല്ലാ യഹൂദന്മാരും അവർ ദേവാലയത്തിലേക്ക് പോകും. നമ്മുടെ ആളും 2 പ്രാവശ്യം പള്ളി വരുന്നവരുണ്ട്, 3 പ്രാവശ്യം പള്ളി വരുന്ന ആളുകളുണ്ടല്ലേ. അതിൽ 2 പ്രാവശ്യം എടുത്തോണ്ടാണ് വരുന്നത്. ആദ്യത്തെ പ്രാവശ്യം മാമോദീസായിക്ക് എടുത്തോണ്ട് വരും, മനഃപൂർവ്വമായിട്ട് വരുന്നത് കല്യാണത്തിന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ 3ാമത്തെ പ്രാവശ്യം ആരെങ്കിലും എടുത്തോണ്ട് വരുന്നവരുണ്ട്, വലിച്ചുകൊണ്ട് വരുന്ന. അതാ കറക്റ്റ്. എടുത്തോണ്ടും ഇപ്പോൾ ആരും വരാറില്ല, അതാണ് ഇത് കറക്റ്റ്. ഇപ്പോൾ വണ്ടിക്കകത്ത് കൊണ്ടുവരിക, തൊടുകയല്ല. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് ദേവാലയത്തെക്കുറിച്ചുള്ള നമ്മളുടെ സങ്കല്പങ്ങൾ മാറ്റി എഴുതപ്പെട്ടിട്ടുണ്ട്. കാരണം നമ്മളുടെ സങ്കല്പം ദേവാലയം എന്ന് പറയുന്നത് ഒരു കെട്ടിടമല്ല, ഒരു കെട്ടിട സമുച്ചയത്തിനുള്ളിൽ കാണുന്ന ഒരു ദൈവിക സംസർഗമല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ജീസസ് ഡിസറപ്റ്റഡ് ആൻഡ് ഇന്ററപ്റ്റഡ് ദി റുട്ടീൻ ritualistic religious society, and he was trying to translate what is exactly the temple of God. ദൈവത്തിൻ്റെ മന്ദിരം എന്താണെന്ന് യേശു ക്രിസ്തു ആ ജനത്തിന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതുവരെ ഉണ്ടായിരുന്ന സങ്കല്പങ്ങൾക്ക് വ്യത്യസ്തമായി ഉണ്ടാകുകയാണ്. നമ്മളെല്ലാ ആഴ്ചകളിലും പള്ളിയിൽ വരുന്നവരാണ് അല്ലേ? എല്ലാ ആഴ്ചകളിലും പള്ളിയിൽ വരുന്നത്. എന്നോട് പലരും ഞാനും പറയാറുണ്ട്, നമ്മളുടെ
പള്ളി ആരാധനകൾക്കൊരു സ്വഭാവമുണ്ട്, ഒരു പ്രത്യേക സ്റ്റൈലുണ്ട്. 2 പാട്ട് അല്ലെ 3 പാട്ട്, അത് കഴിഞ്ഞ് ഒരു സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ആ സിസ്റ്റത്തിൽ ഏതെങ്കിലും ഒരു വ്യത്യാസം എപ്പോഴെങ്കിലും വരുത്തിയാൽ നമ്മൾ ആരായി മാറും? വി വിൽ ബിക്കം റെസ്റ്റ്ലെസ്. അതെന്താ അങ്ങനെ? പണ്ട് നേരത്തെ അങ്ങനെ അല്ലായിരുന്നല്ലോ, ഇപ്പം എന്താ ഇങ്ങനെ എന്ന് നമ്മൾ ചോദിക്കും. ബിക്കോസ് വി ആർ ട്യൂൺ ടു ദി സ്റ്റീരിയോ ടൈപ്പ് ഓഫ് സിസ്റ്റമാറ്റിക് വേ ദറ്റ് വി വർഷിപ്പ് ദ ലോർഡ്. അത് തെറ്റല്ല, അതങ്ങനെ ചെയ്യുന്നതിന് അപകടത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. അതിന് വ്യത്യസ്തമായ ഒരു ആരാധനയെ നമ്മൾ കാണുകയോ അനുഭവിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾക്ക് നമ്മുടെ പള്ളിക്കുള്ളിൽ അതിനെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ പോകുന്നു എന്നതാണ്. അതുകൊണ്ടാണ് നമ്മുടെ കാലം ചെയ്ത യൂഹാനോൻ മാർത്തോമാ മെത്രാപ്പോലീത്ത പറയുമായിരുന്നു, ക്രമീകൃതമായ ആരാധനയ്ക്ക് ശേഷം വിശ്വാസികൾക്ക് പള്ളിയിൽ ഒരുമിച്ച് കൂടി വന്ന് അവരുടെ കരങ്ങളടിച്ച് വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കൂട്ടായ്മ അനുഭവിക്കുവാനും അനുവാദമുണ്ട് എന്ന്. അത് എത്രയോ ദശാബ്ദങ്ങൾക്ക് മുൻപാണ്. അതുകൊണ്ട് ദേവാലയത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങളിൽ അല്ലെങ്കിൽ കാഴ്ചപ്പാടുകളിലൊക്കെ വ്യത്യാസം. യേശു ക്രിസ്തു ആ ദേവാലയത്തെക്കുറിച്ചുള്ള ഒരു പഠിപ്പിക്കലാണ് വരുന്നത്. ഒന്ന്, യേശു ഇവിടെ പറയാൻ ശ്രമിച്ചത് വാട്ട് ഈസ് റിയലി ദ ടെമ്പിൾ ഓഫ് ഗാഡ്. ദേവാലയം എന്താണ്? ദേവാലയത്തിൽ there is a routine business. യെരുശലേം ദേവാലയത്തിൽ ഒരു ബിസിനസ് ഉണ്ട്. അവിടെ ആ ബിസിനസ് അവരൊരിക്കലും ഇന്ററപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എന്താണ് അവിടെ ബിസിനസ്? ആരാധനയ്ക്ക് പല ദേശത്തു നിന്ന് ആളുകൾ വരികയാണ്. പല വഴിയിലുള്ള പല വിധത്തിലുള്ള സാക്രിഫൈസ് അവിടെ നിറവേറ്റണം. പല കോർണറുകൾ, പല കൗണ്ടറുകളുണ്ട്. പല രാജ്യത്തുനിന്ന് വരുന്നവരായുണ്ട്. അവിടെ ഈ മണി എക്സ്ചേഞ്ചിൻ്റെ കൗണ്ടറുകളുണ്ട്. പാപപരിഹാര യാഗം കഴിക്കേണ്ടവർക്ക് മൃഗങ്ങളെ യാഗം കഴിക്കുന്നതിനുള്ള അതിനെ വാങ്ങുവാൻ അതിനുള്ള കൗണ്ടറുകളുണ്ട്. പ്രാവിനെ വിൽക്കുന്നവരുണ്ട്. അങ്ങനെ പല കൗണ്ടറുകളുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ ദേവാലയത്തിൽ കൊണ്ടു ചെന്നപ്പോൾ പ്രാവിൻ കുഞ്ഞിനെയോ അതിനെ യാഗമായി അർപ്പിക്കേണ്ടതുണ്ട്. ചിലതിനെ ആൺകുഞ്ഞുങ്ങളെ അതിന് വില കൊടുത്ത് വാങ്ങേണ്ടവരുണ്ട്. ആദ്യജാതനെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് സമർപ്പിച്ചിട്ട് അത് നൽകുകയാണ്. നൽകിയതിനു ശേഷം വില കൊടുത്ത് ആ മകനെ തിരിച്ചെടുക്കുകയാണ്. അങ്ങനെയായിരുന്നു പഴയ നിയമകാലത്തെ ദേവാലയത്തെക്കുറിച്ചും ഉള്ള സങ്കല്പം. അതുകൊണ്ട് ദേവാലയം വളരെ തിരക്കുള്ള സ്ഥലമാണ്. കാരണം ഒത്തിരി ബിസിനസ്സുകൾ നടക്കുന്ന സ്ഥലമാണ് പഴയ നിയമകാലത്തെ ദേവാലയം. യേശുക്രിസ്തു അതിനെ ഒന്നും വിമർശിക്കുകയോ അല്ലെങ്കിൽ അതിനെ തകർക്കാൻ ശ്രമിക്കുകയായിരുന്നു. കാരണം ഹി വാസ് എ ബോൺ ജൂ. ജൂയിഷ് കമ്മ്യൂണിറ്റിയിൽ ജനിച്ചു വീണയാളാണ്. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവനാണ്, അല്ലേ? ദേവാലയത്തിൽ എല്ലാ വർഷവും മാതാപിതാക്കൾ കൊണ്ടെത്തിക്കുമായിരുന്നു. ബട്ട് 12-ാം വയസ്സായപ്പോഴത്തേക്കും യേശു ക്രിസ്തു തിരിച്ചറിവിൻ്റെ കാലത്തിലേക്ക് വന്നപ്പോൾ അവൻ്റെ കാഴ്ചപ്പാടുകളിൽ വ്യത്യാസം വരാൻ തുടങ്ങി. അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച നമ്മളെ വേൾഡ് സൺഡേ സ്കൂൾ ഡേ ആയിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ധ്യാനിച്ച യേശു ക്രിസ്തുവിനെ പതുപോലെ ദേവാലയത്തിൽ സമർപ്പിച്ചതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ആ സമർപ്പണ ശുശ്രൂഷയുണ്ട്. നമ്മൾ ദൈവത്തിന് നമ്മുടെ കുഞ്ഞുങ്ങളെ, തലമുറകളെയൊക്കെ സമർപ്പിക്കുകയാണ്. ദൈവത്തിനാണ് നൽകുന്നത്. ഒരു പ്രത്യേക ശുശ്രൂഷയ്ക്കായി നൽകുകയാണ്. അവിടെ ഞാൻ മുൻപോട്ട് വേഗത്തിൽ പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. 12-ാം വയസ്സായപ്പോൾ പതിവ് പോലെ യേശു മാതാപിതാക്കളോടൊപ്പം സഹപ്രവർത്തകരോടൊപ്പം അവൻ യെരുശലേം ദേവാലയത്തിൽ പോയെന്നും അവിടെ ചെന്ന് എല്ലാ യാഗങ്ങളിലും എല്ലാത്തിലും പങ്കെടുത്ത് മാതാപിതാക്കൾ തിരിച്ചു പോകുന്നു. ഒരു കമ്മ്യൂണിറ്റി ലൈഫിൻ്റെ കോൺസെപ്റ്റ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അവർ തിരിച്ചു വരുമ്പോൾ 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായി യേശു അവരോടൊപ്പം ഇല്ല എന്ന്. അതൊരു വലിയ യാഥാർത്ഥ്യം നമ്മളെ ഉണർത്തുന്നു. 2 സംഗതികൾ ഞാൻ ആ ഭാഗത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുക. ഒന്ന്, ഈ ദേവാലയത്തിലെ പങ്കാളിത്തം എന്ന് പറയുന്ന അത് കൺസ്ട്രക്റ്റ് ചെയ്തെടുത്ത ഒരു ഹാബിറ്റാണ്. ജീവിതത്തിൽ ചില പതിവുകളൊക്കെ സൃഷ്ടിച്ചെടുക്കണം നമ്മൾ. ആ പതിവുകൾ നമ്മൾ ഒരിക്കലും കളയുവാൻ പാടില്ല. അത് നമ്മുടെ മാതാപിതാക്കൾ നമുക്കായി എത്രയോ നാളുകൾ നമ്മളെ കുഞ്ഞു പ്രായം മുതൽ ദേവാലയത്തിൽ കൈപിടിച്ചു കൊണ്ടുപോയവരുണ്ട്, അല്ലേ? അവരുടെ കൈകൾ നമ്മുടെ കൈകളിൽ നിന്ന് വിട്ട നാൾ മുതൽ നമ്മൾ ആ പതിവുകളെ തുടരുന്നുണ്ടോ എന്നതാണ്. യേശുക്രിസ്തു 12-ാമത്തെ വയസ്സിൽ മാതാപിതാക്കളോടൊപ്പം ദേവാലയത്തിൽ പോയി. 3 ദിവസം കഴിഞ്ഞു. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിൽ പോകുന്നില്ല.
അവർ തിരിച്ചു ചെന്നപ്പോൾ യേശുവിനെ കാണാഞ്ഞ് അവർക്കറിയാം, മാതാപിതാക്കൾക്കറിയാം, അവൻ വേറെ എങ്ങും കാണത്തില്ല. എവിടെ കാണും? അവിടെ കാണും. പള്ളിയിൽ നഷ്ടപ്പെട്ടാൽ പുറത്ത് അന്വേഷിക്കേണ്ടി വരത്തില്ല. ഞാൻ ഈ രാജ്യത്തുള്ള ഒരു പള്ളിയുടെ പേര് പറയുന്നില്ല, ഈ രാജ്യത്തുള്ളൊരു പള്ളിയിൽ ഒരു മൺഡേ നൈറ്റ് സിംഗിങ്, അവിടുത്തെ യുവജനങ്ങളാണ്. ഇവിടെ ജനിച്ചവളെ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം കൂടെ കൂടുന്നൊരു 10-90-100 കുട്ടികളുണ്ട്. ഞാൻ അവരുടെ ഇടയിൽ കുപ്പായൊന്നും ഇടാതെ തന്നെ അവരുടെ ഒരുവനെ പോലെ പോയി അവരുടെ കൂടെ, അവർ നിലത്തൊക്കെ ഇരുന്നാണ് പാട്ടൊക്കെ, അവരുടെ ഇടയിൽ പോയി ഇരുന്നു. അപ്പോൾ അവർക്കൊരു ഇൻ്റർസെസറി പ്രെയർ ഉണ്ട്, അതിങ്ങനെ നടക്കുന്ന സമയമാണ്. അതിൽ ഒരുത്തൻ ഒരു വിഷയം വെച്ചത് മറ്റൊന്നുമല്ല, ലെറ്റ് us pray for our parents who are lost in the church. പിടികിട്ടിയോ? പള്ളിയിൽ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. എന്നെ വല്ലാതെ അത് ആകർഷിച്ചൊരു വിഷയമാണ്. ഞാൻ ചോദിച്ചു, what do you mean? അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താണ് അങ്ങനെ പ്രാർത്ഥിക്കാൻ? അച്ഛൻ, മോസ്റ്റ് ഓഫ് അവർ പേരൻസ് ആർ മേക്കിംഗ് ട്രബിൾസ് ഇൻ ദ ചർച്ച്, ഡിസ്റ്റർബിങ് ദ ചർച്ച് സർവീസസ്, ലോട്ട് ഓഫ് ഇഷ്യൂസ് ഇൻ ദ ചർച്ച്. സോ ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു പ്രേ ഫോർ ദം. ശരിയല്ലേ? ശരിക്കും അത് ആഴത്തിൽ എനിക്ക് അറിയുവാൻ കഴിഞ്ഞു. സോ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മൾ ഒരിക്കലും പ്രാർത്ഥിക്കുക പള്ളിയിൽ ആരെങ്കിലും നഷ്ടപ്പെടുമോ? യെസ്, നഷ്ടപ്പെടും. പള്ളിയിൽ നഷ്ടപ്പെട്ടാൽ വീട്ടിൽ അന്വേഷിച്ചിട്ട് കാര്യമില്ല. നഷ്ടത്തിൻ്റെ കഥ പറയുമ്പോൾ യേശു ക്രിസ്തു 3 നഷ്ടത്തിൻ്റെ കഥ പറയുന്നുണ്ടല്ലേ? ആടിൻ്റെ കഥ, നഷ്ടത്തിൻ്റെ കഥ പറയുന്നുണ്ട്, നാണയത്തിൻ്റെ നഷ്ടം പറയുന്നു, 3ാമത് ഇറങ്ങിപ്പോയ മകൻ്റെ നഷ്ടം. ആടിനെ നഷ്ടപ്പെട്ടത് കാട്ടിലാണെങ്കിൽ കാട്ടിൽ തന്നെ വിട്ടു അന്വേഷണം. കാട്ടിൽ പോയിട്ട് വീട്ടിൽ നോക്കിയിട്ട് കാര്യമില്ല. 2ാമത് വീട്ടിൽ നഷ്ടപ്പെട്ട നാണയം കാട്ടിൽ അന്വേഷിച്ച് പുറത്തു പോയില്ല, വീട്ടിൽ തന്നെ അന്വേഷിച്ച് കണ്ടെത്തണം. എവിടെയാണ് നഷ്ടപ്പെട്ടതെന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. 3ാമത്തത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാ, പുറകെ ആരും പോയില്ല. മകൻ പോയപ്പോൾ അവനെ അന്വേഷിച്ച് ആരും പോയില്ല. പക്ഷേ അവിടെ ഒരു കഥ പറയുന്നുണ്ട്, അവൻ തിരിച്ചു വരും എന്നാർക്കറിയാമായിരുന്നു? പിതാവിനറിയാമായിരുന്നു. അവൻ തിരിച്ചു വരത്തക്കവണ്ണം തന്നിൽ സൂക്ഷിച്ചിരിക്കുന്ന ചില രഹസ്യങ്ങളുണ്ട്. അവൻ്റെ കയ്യിലുള്ളതെല്ലാം തീരുന്നതും കൊണ്ട് മാത്രമാണ് അവൻ വീട് വിട്ടിറങ്ങിയിരിക്കുന്നത്. അത് തീരുമ്പോൾ അവൻ തിരിച്ചു വരും. എന്തിലേക്കാണ് അവൻ തിരിച്ചു വരുന്നത്? അതാണ് നമ്മൾ അവിടെ വായിക്കുന്നത്, മൈ ഫാദേഴ്സ് ഹൗസ്, എൻ്റെ അപ്പൻ്റെ വീട് എന്നത്. അവിടെ ഒരു പുതിയ ഭവനത്തെ ആ ഇളയ മകൻ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. യെസ്, there is a home in my father, there is a home for my father. അത് കംഫർട്ടബിൾ ആണ്. എൻ്റെ അപ്പൻ്റെ ഭവനം. യേശുക്രിസ്തു യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തുടർന്ന് പറയുന്നുണ്ട്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം, യോഹന്നാൻ 14-ാം അധ്യായം. സോ ജീസസ് വാസ് ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ ഹൗസ്. നമ്മളുടെ ആ 2 ചിന്തകളിലേക്കാണ് നമ്മൾ ഇനി മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് ഞാൻ പറയാൻ ശ്രമിച്ച ഇതാണ്, ഈ നഷ്ടത്തിൻ്റെ കഥയൊക്കെ പറയുമ്പോഴും നമ്മൾ ഓർക്കണം, ദേവാലയം എന്നത് എന്താണ്? ദേവാലയം ആത്മീയ ജീവിതത്തിൽ നമ്മളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, നമ്മളുടെ പതിവുകളൊക്കെ സൃഷ്ടിച്ചിരിക്കുന്ന, സൺഡേ സ്കൂൾ അഭ്യസനം നടത്തിയിട്ടുള്ള ഒരു കുഞ്ഞു പോലും ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. കാരണം അവൻ എവിടെ പോയാലും ആദ്യം അന്വേഷിക്കുമ്പോഴും കാണും പള്ളി ഉണ്ടോന്നോ. ഞാൻ ചോദിച്ചോട്ടെ, ഈ ട്രിനിറ്റി പള്ളി ഉണ്ടായിട്ട് 50-ലധികം വർഷമായി അല്ലേ? am I right? ഇവിടെ ആദ്യകാലത്ത് വന്ന ആളുകൾ, ഇവിടെ അടുത്തെങ്കിലും നമ്മുടെ ഒരു വീട് പോലുമില്ല. ഈ സ്ഥലത്തൊരു ദേവാലയം പണിയണമെന്ന് അവരുടെ അന്നത്തെ പരിമിതമായ ജീവിതത്തിൻ്റെ വരുമാനത്തിൽ നിന്ന് അവരുടെ വീട് വാങ്ങിക്കഴിഞ്ഞാൽ ഉടൻ ചിന്തിക്കുന്നത് the second home, to construct a home, a house for the Lord, to worship. എന്നാൽ പിൽക്കാലത്തൊക്കെ വന്ന ആളുകൾ വന്ന് ഇവിടെ നമ്മൾ സുഖമായിട്ട് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പം $1 സ്വോത്ര കാഴ്ച സിറ്റിംഗ് ചാർജ് വിട്ടേച്ച് നമ്മൾ അഭിപ്രായം പറയാം $15,000. പലപ്പോഴും തെറ്റിദ്ധരിക്കരുത് തന്നെ, തെറ്റിദ്ധരിച്ചാലും പ്രശ്നമില്ല. ഈസി ടു മേക്ക് കമൻസ്. ആദ്യകാലങ്ങളിൽ ഈ ഭദ്രാസനത്തിൽ എനിക്കറിയാം, ഞാൻ ഈ ഭദ്രാ സൈനായി സെൻറ്റർ ആരംഭിക്കുന്ന സമയത്ത് മുതലുള്ള ആളാണ് ഞാൻ. 96 മുതലുണ്ട്. സക്കറിയാസ് തിരുമേനിയോടൊപ്പം ഈ രാജ്യത്തിൻ്റെ പലയിടങ്ങളിൽ സെക്രട്ടറി ആയിരുന്നു ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ആ കാലങ്ങളിലൊക്കെ നമ്മളുടെ ഒരു തലമുറ അനുഭവിച്ചിട്ടുള്ള അവരുടെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്ന് അവർ വേർതിരിച്ച് അവർ പണിതിരിക്കുന്ന ദേവാലയങ്ങൾ പിൽക്കാലത്ത് മനോഹരമായി അത് പണിതുയർത്തിയിട്ടുണ്ട്. പിന്നീട് വന്ന ആളുകൾ അതിനകത്ത് കയറിയിരുന്ന് ഇത് ഇങ്ങനെയൊക്കെ പണിയാമായിരുന്നു, എന്തിനാ ഇത് ഇത്രയും താഴ്ത്തി ഇച്ചിടൊക്കെ നന്നായിട്ട് പണിത്? നീ കാശ് കൊടുക്കുക.
10 രൂപ ഇട്ടേച്ചായിരിക്കും നമ്മുടെ ക്രിസോസ്റ്റം തിരുമേനി മനോഹരമായ ഒരു തമാശ പറയും. തമാശയല്ല, ഗൗരവമായിട്ടാണ് പറയുന്നത്. അദ്ദേഹം പറയുന്ന എല്ലാം ഗൗരവമാണ്, നമുക്ക് തമാശയായിട്ട് തോന്നുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തിരുമേനി ഒരിക്കൽ പറയും, മാർത്തോമക്കാരെ പോലെ കള്ളത്തരം ഇത് മാത്രം ആരും കട്ട് ചെയ്ത് വിട്ടുകളയരുത് കേട്ടോ. നമ്മൾ 10 രൂപ സ്വോത്രകാഴ്ച ഇട്ടേച്ച് ആ സമയത്തൊരു പാട്ട് പാടും. അതാണ് മുറ്റും ഞാൻ തരുന്നീതാ ഭൂനിക്ഷേപം മുഴുവൻ 10 രൂപ ഇട്ടായി പാടുന്നേ. മുഴുവൻ ദേഹം ദേഹി സമസ്തം എന്നേക്കും നിന്റേത് എന്ന ഈ പാട്ട് അവിടെ പാടാതിരിക്കണ്ടേ? നോക്കിയേ, വളരെ നിസാരമായി ഇട്ടേച്ച് മുറ്റും ഞാൻ തരുന്നിതാ എന്നൊക്കെ പറയുമ്പോഴുണ്ടാകുന്ന വൈരുദ്ധ്യത്തെയാണ് തിരുമേനി ഫലിത രൂപത്തിൽ അത് നമ്മളോട് പറയുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നതിൻ്റെ സാരം എന്തെന്ന് ചോദിച്ചാൽ, ദൈവാലയം എന്ന് പറയുന്നത് ഒരു റിലീജിയസ് കമ്മ്യൂണിറ്റിയുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ ബിസിനസ് മേഖലയല്ല എന്ന് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അവിടെ ബിസിനസ് ഉണ്ട്, അത് റുട്ടീനാണ്, അതൊക്കെ അങ്ങനെ പൊക്കോട്ടെ, അതൊന്നും മാറ്റാൻ ശ്രമിക്കരുത്. അത് മാറ്റാൻ ശ്രമിച്ചാൽ അച്ഛൻ അധിക നാൾ നിൽക്കത്തില്ല ഇടവകയിൽ. അത് അച്ഛന്മാർക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ അച്ഛന്മാർ അതനുസരിച്ചൊക്കെ ഈ ബാംബു ഡാൻസ് കളിക്കുന്നത് പോലാണ്. അറിയാമല്ലോ ബാംബു ഡാൻസ്? ഈ മുള കൊണ്ട് മിസോറാംകാരുടെ ഒരു ഡാൻസാണ്. അങ്ങേയറ്റത്തും ഇങ്ങേയറ്റം 2 മുളയെ പിടിച്ച് ഇങ്ങനെ അടിക്കും, അതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഡാൻസ് ചെയ്യുക അടി കൊള്ളാതെ. 3 വർഷം ഞങ്ങൾ അടി കൊള്ളാതെ ഡാൻസ് കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് അച്ഛന്മാർ ഈ പള്ളിയിൽ നിന്നല്ല ഏത് പള്ളിയിൽ നിന്നും മാറിക്കൊണ്ടിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു സംഗതിയുണ്ട്, നമ്മൾ ഗൗരവമായി ഇതിനെ കാണുന്നു എന്നതാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ യേശു ക്രിസ്തു എന്ന ദേവാലയത്തിലേക്ക് പോകും. ഒന്ന് ഞാൻ പറഞ്ഞു, യോഹന്നാൻ 1:14 വചനം ജഡമെടുത്തപ്പോൾ അതാരായി? മനുഷ്യനായി. അപ്പോൾ ദൈവത്തെ നമ്മൾ ആരിൽ കാണാൻ ശ്രമിക്കുകയാണ്? മനുഷ്യനിൽ കാണാൻ ശ്രമിച്ചു. ആ മനുഷ്യൻ ആരാണ്? അത് ക്രിസ്തുവാണ്. അതുകൊണ്ട് യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യൻ. മനുഷ്യനിൽ ക്രിസ്തുവിൽ നമ്മൾ ആരെ കാണുന്നു? ദൈവത്തെ കാണുകയാണ്. അതുകൊണ്ട് ദൈവത്തെ നമ്മൾ ക്രിസ്തുവിൽ കാണുന്നു. ആ ദൈവം ദേവാലയത്തിൽ വരികയാണ്. നമ്മൾ വായിക്കുന്നു, ഈ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്നു. അവിടെയൊക്കെ നമ്മൾ ഓർക്കണം, ജീസസ് വാസ് ഇൻ്ററപ്റ്റിംഗ് ഇൻ ദ ലൈഫ്സ് ഓഫ് ഹ്യൂമൻ ബീയിങ്. അതിൽ മനുഷ്യനിൽ മാത്രമല്ല, ജീസസ് വാസ് ഇൻ്ററപ്റ്റിംഗ് ഇൻ ദി ഡെയിലി റുട്ടീൻ ബിസിനസ് ഓഫ് ഹ്യൂമാനിറ്റി. നമ്മളുടെ അനുദിന ജീവിതത്തിൽ യേശു ക്രിസ്തു ഇടപെടുകയാണ്, അതിൽ അവൻ ഇൻ്ററപ്റ്റ് ചെയ്യുകയാണ്. വി ഡു നോട്ട് അപ്രീഷിയേറ്റ് വാണ്ട് ദ ഇൻ്ററപ്ഷൻ ഓഫ് എനി വൺ. അതുകൊണ്ടാണ് നമ്മുടെ പിള്ളേർ ഉറങ്ങുന്ന മുറിയുടെ മുമ്പിൽ ചിലവന്മാർ എഴുതിയിടും, ഗുരുത്തം കെട്ടവന്മാർ. എന്താണെന്നറിയാമോ? യു ആർ റൈറ്റ്, ഡോണ്ട് ഡിസ്റ്റർബ്. 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ എഴുതിയിട്ട് കണ്ടിട്ടുണ്ട് അല്ലേ? ഞാൻ ഉറങ്ങാൻ പോവാ, വെറുതെ എന്നെ ശല്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോബഡി അപ്രീഷിയേറ്റ് ഓർ വെൽക്കം ദ ഇൻ്ററപ്ഷൻ. മറ്റൊരാളുടെ ഒരു ഇടപാട് നമ്മളുടെ സ്വൈര ജീവിതത്തിന് തടസ്സാച്ചാ കുഴപ്പമില്ല, വെറുതെ ഞങ്ങളെ ശല്യപ്പെടുത്താതെ. അച്ഛൻ ഇതിനാ ഇവിടെ വന്നേ 3 വർഷം കഴിഞ്ഞേച്ച അച്ഛൻ മിണ്ടുന്നില്ലല്ലോ. നിങ്ങൾ അച്ഛൻ പോകണമെന്നോ പോണ്ടാന്നോ? അപ്പോൾ പോയേ പോകും, അല്ലെങ്കിൽ സഭ കൊണ്ടുപോകും, ഏതായാലും പോകും. പിന്നെ കയ്യിലിരിപ്പ് പോലെ വർഷം തോറും പോകുന്ന അച്ഛന്മാരും ഉണ്ട്. അച്ഛന്മാരുടെ കയ്യിലിരിപ്പ് പോലെ, നിങ്ങളുടെ അല്ല. അതനുസരിച്ച് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെയാണ്. അപ്പോൾ ഈ ഇൻ്ററപ്ഷൻ ആർക്കും ഇഷ്ടമല്ല. നിങ്ങളുടെ ഫാമിലി ലൈഫിൽ പോലും യു ഡോണ്ട് വാണ്ട് ദി ഇൻ്ററപ്ഷൻ ഓഫ് എനി വൺ. ഭാര്യയും ഭർത്താവുമുള്ള ബന്ധത്തിൽ പോലും, മറിയക്കുട്ടി അറിയാമല്ലെന്നെ, അതനുസരിച്ച് നിന്നോണേ. പണ്ട് എൻ്റെ അപ്പനെ എനിക്കൊരു തല്ല് തന്നപ്പോൾ എൻ്റെ അമ്മ എന്നെ ഗുണദോഷിച്ചേടാ, നിൻ്റെ അപ്പൻ്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞുകൂടാ, അതനുസരിച്ചൊക്കെ നിൽക്കണ്ടേ. അങ്ങനെയുള്ള ഗുണദോഷമാണ് കിട്ടിക്കൊണ്ടിരുന്നത് അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മറ്റൊരാളുടെ സ്വൈര ജീവിതത്തിൽ കയറി ഇൻ്റർഫിയർ ചെയ്യുന്നത് ആർക്കും ഇഷ്ടമില്ല. പണ്ടേ ഇല്ല, ഇന്ന് ഒട്ടുമേ ഇല്ല. എന്നാൽ യേശു ക്രിസ്തു ഇൻ്ററപ്റ്റ് ചെയ്യുന്നു. വെള്ളത്തിൻ്റെ ഇൻ്ററപ്ഷൻ ഉണ്ടാകുന്നു. അതായത് കെമിക്കൽ കണ്ടന്റ് ഓഫ് ദ വാട്ടർ ടേൺഡ് ഇൻ ടു എ വൈൻ. വെള്ളത്തിൻ്റെ രാസനാമം എന്താ? രാസനാമം H2O. അങ്ങനെയാണെങ്കിൽ ആ H2Oനെ എന്താ? കാർബണാണ്
ഈ വൈനകത്തുള്ള കണ്ടൻറ്റിനകത്ത് വരുന്നത്. അതേതാ അതിൻ്റെ രാസനാമം? പഠിച്ചവർ പറഞ്ഞാട്ടെ, എനിക്ക് വലിയ പഠിപ്പൊന്നും ഇല്ലാത്ത ആളാണ്. CO2. H2Oയെ CO2 ആക്കി മാറ്റിയത് ദ ഇൻ്ററപ്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു എന്ന് പറയുന്ന മനുഷ്യനല്ല, മറിച്ച് യേശുവിൽ വചനം ഉൾക്കൊണ്ട ദൈവമാണ്. നമ്മൾ ഈ വെള്ളത്തെ വൈനാക്കാൻ നോക്കിയിട്ട് വല്ലതും നടക്കാറുണ്ടോ? യേശു നോക്കിക്കേ, അവന് വിശന്നു എന്ന് നമ്മൾ പറയുന്നുണ്ട്. 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് വരുമ്പോൾ ആർക്കാ വിശക്കാത്ത? നമുക്ക് 40 പോയിട്ട് ഒരു ദിവസം കഴിയുമ്പോൾ നമ്മൾ ഉപവാസമൊക്കെ എടുക്കുന്നതെന്നാ? ഉപവാസ പ്രാർത്ഥനയുണ്ട് പള്ളിയിൽ, ഉച്ച വരെ ഉള്ളൂ നമ്മുടെ ഉപവാസം. അത് തന്നെ കടിച്ചു പിടിച്ചൊക്കെയാണ് നമ്മൾ പോകുന്നത്. ഉച്ച കഴിഞ്ഞ് നമ്മൾ ചെന്നിട്ട് മുതലും പലിശയും കൂടെ ചേർത്ത് അത് തീർക്കും. അപ്പോൾ ഉപവാസം നമ്മുടെ അവിടെ തീരുകയാണ്. പേരെന്തുവാ? ഉപവാസ പ്രാർത്ഥന എന്നാണ്. എനിക്ക് തോന്നുന്നു ഈ പേരൊക്കെ അങ്ങ് മാറ്റണ്ടായോ ഇനിയെങ്കിലും. പക്ഷേ ഈ പേര് മാറ്റിയാൽ ഈ പറഞ്ഞ പോലെ ബിസിനസ് പോകുമോ എന്നുള്ളൊരു വിഷയമുണ്ട്. എന്ന് പറഞ്ഞാൽ റുട്ടീൻ ബിസിനസ്സാണ്. ഇതെല്ലാം ഓരോ സിസ്റ്റത്തിൽ കയറിയിരിക്കുകയാണ്. ഉപവാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ നമ്മൾ ആഹാരം സൂക്ഷിച്ച് വെച്ചേച്ച് ഉണ്ടാക്കി വെച്ചേച്ച് പള്ളി വന്നിരുന്ന് 2 മണിക്കൂർ കൊണ്ട് പ്രാർത്ഥിക്കുന്നതാണെന്ന് എനിക്ക് കരുതുന്നില്ല. പറഞ്ഞ് മനസ്സിലാകുന്നു? നിർവാഹമില്ലാത്തത് കൊണ്ട് ഞാൻ 3 ദിവസം ഭക്ഷണം കിട്ടാതെ വിശന്നിട്ട് തെങ്ങിൽ കയറി. അന്ന് എനിക്ക് തെങ്ങേറ്റം അറിയാമായിരുന്നു, ജോലി അതല്ലായിരുന്നു. അന്ന് ആ കയറി കരിക്ക് വെട്ടി തിന്നേണ്ട ഒരു കാലഘട്ടം ഒരു സ്ഥലത്തുണ്ടായിരുന്നു. അതൊന്നും പറയാനിപ്പോൾ ഇവിടെ പാടില്ല എന്നെനിക്കറിയാം. 3 ദിവസം ഭക്ഷണം കിട്ടാതിരുന്നത് കൊണ്ട് ഒത്തിരി ജീവിതാനുഭവങ്ങളിലൂടെയാണ് ഞാൻ വൈദിക ശുശ്രൂഷയിലേക്ക് വന്നത്. ഒരച്ഛനാകാൻ ആഗ്രഹിച്ചിറങ്ങിയ ആളല്ല. അച്ഛന്മാരെ കണ്ടാൽ എനിക്കിഷ്ടമില്ലാത്ത ഒരു കൂട്ടരായിരുന്നു. പക്ഷേ അത് തന്നെ ദൈവം എന്നെ ഇഷ്ടമുള്ളവനാക്കി തീർത്തു എന്നതാണ്. അതുകൊണ്ട് ഞാൻ ഈ വാക്ക് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നമുക്ക് ഇതിൻ്റെ മുൻപോട്ട് ഇനിയും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ധ്യാനം തുടരുന്നുള്ളത് കൊണ്ട് ഇൻ്ററപ്ഷൻ. പച്ചവെള്ളത്തെ അവൻ വീഞ്ഞാക്കി മാറ്റി എങ്കിൽ അവൻ അടുത്തത് ദേവാലയത്തിലേക്ക് പോവുകയാണ്. ദേവാലയത്തിൽ റുട്ടീൻ ബിസിനസ് ഉണ്ട്. ആ ദേവാലയം ഒരു പുതിയ സങ്കല്പം അവർക്ക് നൽകുകയാണ്. ആ ദേവാലയത്തിൽ ചെന്നപ്പോൾ എന്താ നടന്നത് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. എന്താണ് ദേവാലയത്തിൽ നടന്നിരുന്നത്? അവിടുത്തെ റുട്ടീൻ ബിസിനസ് എന്താണ്? നമ്മൾ വായിക്കുന്നു, കച്ചവടം. തെറ്റാണെന്നല്ല പറയുന്നത്. അവിടെ റുട്ടീൻ ബിസിനസ് നടന്നേ ഒക്കുള്ളൂ, അതങ്ങനെ പോകാനൊക്കുള്ളൂ. പക്ഷേ യേശുവിനെ വേദനിപ്പിച്ചത് ചില കടന്നുകയറ്റങ്ങളാണ്. 5 രൂപ വിലയുള്ളതിന് 500 രൂപ വില നൽകി യാതൊരു ക്വാളിറ്റിയും മാനദണ്ഡവുമില്ലാതെ ബലഹീന മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന ആ ദേവാലയത്തിൻ്റെ റുട്ടീൻ ബിസിനസ്സിൽ യേശു ഇടപെടുകയാണ്. കാരണം ദൈവം എങ്ങനെയുള്ളവനാണ്? നീതിമാനാണ്. അനീതി കണ്ടാൽ ദൈവത്തിൻ്റെ ഹൃദയം പോലും ഡിസ്റ്റർബ്ഡ് ആകും, അല്ലേ? അനീതിയും അന്യായവും കാണുമ്പോൾ അതിനോടൊരു വേദന കൊണ്ട് ചിലപ്പോൾ അതിനോട് പ്രതികരിച്ചു എന്ന് വരും. പക്ഷേ ഇവിടെ ക്രിസ്തു ഇൻ്ററപ്റ്റ് ചെയ്യുകയാണ്. അവിടെ നമ്മൾ വായിക്കുന്നു, വളരെ വിദൂരതയിൽ നിന്ന് ദരിദ്രരായ ആളുകൾ ഒരു പ്രാവിൻ കുഞ്ഞുമായിട്ട് അവരവിടെ വരും. പക്ഷേ ഈ പ്രാവിന് യാഗം കഴിക്കുവാൻ യോഗ്യതയുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു കൗണ്ടറുണ്ട്. അവിടെ പുരോഹിതന്മാരാണ്. അവർ ഈ പ്രാവിനെ അവിടെ കൊണ്ട് ചെല്ലും, പറയും ഇത് ഊനമുള്ളതാണ്, ഇതിനെ ഒക്കില്ല. അവർ പറയും പണമില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യ്, ഉള്ളതിഞ്ഞ് തരിക. അപ്പോൾ അവർ എവിടെയെങ്കിലുമൊക്കെ കഷ്ടിച്ച് എവിടെ നിന്നൊക്കെ സംഘടിപ്പിച്ച് ഇവർ കൊടുക്കും. മറ്റേ കൗണ്ടറിൽ ചെന്ന് ഊനമില്ലാത്ത പ്രാവിനെ വാങ്ങിക്കൊള്ളാൻ പറയും. ഓർക്കണം, ചതി ഇതാണ്. ഈ പ്രാവ് തന്നെ അപ്പുറത്തൂടെ വന്ന് ഇവർ വാങ്ങേണ്ടി വരുന്നു എന്നതാണ് ചതി. അതിങ്ങനെയാണ് ദൈവം ഇടപെടുന്നത്, അങ്ങനെയാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഹൃദയം നോവുക. അനീതിയും അന്യായവും അക്രമവും കാണുന്ന ബിസിനസ്സിലൂടെ ഇടപെടലല്ല, മറിച്ച് ഭക്തിയെ റാഷണലൈസ് ചെയ്യുകയും ഭക്തിയെ കൊമേഴ്ഷ്യലൈസ് ചെയ്യുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന നൊമ്പരം. 12-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുന്നത് കാണാതെ നിങ്ങൾക്കറിയാം. ദാവീദിന്റെ സുന്ദരമായൊരു പ്രാർത്ഥനയാണ്. എന്താണ് ആ പ്രാർത്ഥന? യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞു വരുന്നു. ഓരോരുത്തൻ താൻ്റെ
കൂട്ടുകാരോട് വ്യാജം സംസാരിക്കുന്നു എന്ന് തുടങ്ങുന്ന സങ്കടത്തിൻ്റെ അക്കമിട്ടുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന വേദന മുഴുവൻ പ്രാർത്ഥനയായി ദാവീദിന്റെ ഹൃദയനൊമ്പരമായി ദൈവസന്നിധിയിൽ വയ്ക്കുകയാണ്. ഭക്തന്മാരില്ലാതെ പോയാൽ ദാവീദിന് എന്നാ ഗുണം? എന്ത് വേണം? പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. കുഴഞ്ഞേരിക്കാറുണ്ട്, എന്നെ ക്ഷമിക്കണം, ഞാൻ ചുമ്മാ ഒരു പ്രാസത്തിന് വേണ്ടി പറയുന്നതാണ്. അതായത് നമ്മൾ പറയും, ഒരിക്കൽ ഒരു പള്ളി വായിച്ചു, പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനത്തിൽ ഇത്രാം അധ്യായം എന്ന് പറഞ്ഞപ്പോൾ ഒരുത്തൻ ചോദിച്ചു, പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയ കോഴഞ്ചേരിക്കാർക്ക് എന്നാ ഗുണം എന്ന് പറയുന്ന വിധത്തിൽ, തെറ്റായ വിധത്തിൽ. ഇതെന്നെ ആരും ആക്രമിച്ച കളയല്ല കേട്ടോ, കൊട്ടാരക്കരക്കാരനാണ് പറഞ്ഞേക്കാം, ഞാൻ ആ നാട്ടുകാരനാണ്. അപ്പോൾ അങ്ങനെയും വരാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ബാധിക്കുന്നില്ല എങ്കിൽ വി ഡോണ്ട് മൈൻഡ്. മറ്റൊരാളുടെ വിഷയമാണെങ്കിൽ വി ഡോണ്ട് ഇന്റർഫിയർ. എന്നാൽ ദൈവം എല്ലാവരുടെയും ജീവിതത്തിൽ ഇടപെടുന്ന ഭക്തന്മാർ കുറയുന്നത് ഒരു ലോകത്തിൻ്റെ നഷ്ടമാണ്. ആള് കുറയുന്നതല്ല. ഇപ്പോൾ ഞാൻ പറയും, പള്ളിയിൽ എത്ര പേര് വന്നു എന്നുള്ളത് പലപ്പോഴും നിശ്ചയിക്കുന്ന സ്വത്രാഴ്ച എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ആളായിരുന്നു അല്ലേ? എത്ര പേര് കുർബാന കൊണ്ടു? അതിൻ്റെ വെളിച്ചത്തിലല്ല. ഭക്തന്മാർ കുറയുന്നതാണ് സഭയുടെ ഈ കാലഘട്ടത്തിൻ്റെ വേദന. നമ്മുടെ സഭയിലൊക്കെ ഒരു കാലഘട്ടത്തിലെ ആളുകളെ വിളിച്ചുകൊണ്ടിരുന്ന ഭക്തനായ ഒരു മനുഷ്യൻ എന്നായിരുന്നു. ഇന്നാണെങ്കിൽ പറയും ശക്തനായ ഒരാൾ എന്നാണ് പറയുന്നത്. ഭക്തൻ ശക്തനായത് എപ്പോഴാണ്? കാലങ്ങൾ മാറിയപ്പോഴാണ്. എത്രയോ ഭക്തന്മാരുണ്ട്. എന്താണ് ഭക്തി? നമ്മൾ മനസ്സിലാക്കുന്ന ഹിന്ദു വിശ്വാസത്തിൽ ഭഗവത്ഗീത പറയുന്നു, ഭക്തി എന്ന് പറഞ്ഞ 2 തലത്തിലാണ് പറയുന്നത്. മർക്കടന്യായ എന്നും മാർജാരന്യായ എന്നും പറയും. എന്താണ് മർക്കടന്യായ? മർക്കടൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? കുരങ്ങൻ ആണ്. കുരങ്ങൻ, അതിൻ്റെ കുഞ്ഞുങ്ങൾ ഒരപകടം വന്നാലും ഏത് സാഹചര്യത്തിലും കുഞ്ഞുങ്ങൾ ആ അമ്മക്കുരങ്ങൻ്റെ പള്ളയിൽ അള്ളിപ്പിടിച്ച് കിടക്കും. കുരങ്ങൻ ഒരു മരത്തിൽ നിന്ന് അപ്പുറത്തേക്ക് ചാടും, പക്ഷേ വീഴാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആരുടേതാണ്? കുട്ടിക്കുരങ്ങനാണ്, കുഞ്ഞു കുരങ്ങനാണ്. മുറുകെ പിടിച്ചോണം. അതുകൊണ്ട് ഭഗവത്ഗീത പറയുന്നുണ്ട്, ഭക്തൻ എന്ന നിലയിൽ നിനക്ക് ദൈവത്തെ നീ മുറുകെ പിടിച്ചോണം. ഹോൾഡ് ഓൺ സ്ട്രോങ്ലി. ദൈവം അങ്ങോട്ട്, ദൈവത്തിന് മാറ്റങ്ങൾ നിന്റെ മനസ്സിലുണ്ടായെന്നിരിക്കും, പക്ഷേ യു മസ്റ്റ് ഹോൾഡ് ഓൺ, മുറുകെ പിടിക്കണം എന്നാണ്. 2, മാർജാരൻ എന്ന് പറഞ്ഞ പൂച്ചയാണ്. പൂച്ചയുടെ ഭക്തിയെക്കുറിച്ച് അതിൽ പറയുന്നത്, അതിൻ്റെ കുഞ്ഞിന് ഒരു അപകടമുണ്ടായാൽ തള്ളപ്പൂച്ച ആ കുഞ്ഞു പൂച്ചയെ എങ്ങനെയാണ് എടുക്കുന്നത്? കയ്യിലല്ല, പിന്നെ കടിക്കും. ആ കടിച്ചെടുക്കുമ്പോൾ പൂച്ചയുടെ മനഃശാസ്ത്രം അറിയാൻ വയ്യാത്ത ഒരുത്തനാണെങ്കിൽ ആ അമ്മ പൂച്ചയ്ക്ക് അടി കൊടുത്തത് തന്നെ. പക്ഷേ നമ്മൾ ഓർക്കണം, ഈ കടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ദന്തം ഒരിക്കൽ പോലും ഈ കുഞ്ഞു പൂച്ചയുടെ ശരീരത്തിൽ മുറിവേൽപ്പിക്കില്ല. അങ്ങനെയാണ് ഭക്തിയുടെ മറ്റൊരു വശം. ദൈവം തൻ്റെ ഭക്തന്മാർക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതിൻ്റെ നടുവിൽ അവൻ വന്ന് നമ്മെ അവൻ്റെ കൈകളിൽ എടുത്തുകൊള്ളും. അതുകൊണ്ടാണ് 91-ാം സങ്കീർത്തനം പറയുന്നു, സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും, അതൊന്നും നിന്നോട് അടുത്തുകൂടാതെ വണ്ണം അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളെ കൈകളിൽ വഹിക്കുന്ന ഒരു ഭക്തിയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. എന്നാൽ ഓർക്കണം, ക്രിസ്ത്യൻ ഭക്തി എന്ന് പറയുന്നത് ഇത് 2ൻ്റെയും കൂടെ സമന്വയമാണ്. അതാണ് മുടിയനായ പുത്രന്റെ കഥ പറഞ്ഞ് യേശുക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത്. നീ അനുതാപത്തോടെ മടങ്ങി നിന്റെ അപ്പൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ അപ്പൻ നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് നിന്നെ ആലിംഗനം ചെയ്ത് ചേർത്തണയ്ക്കുന്നതായ ദൈവസ്നേഹത്തിന് ഉദാത്തമായ ഭക്തിയുടെ ഒരു വ്യക്തമായ അടയാളമാണ് അവിടെ നമ്മൾ കാണുന്നത്. ആകയാൽ ഈ കൺവെൻഷൻ്റെ പ്രഥമ രാത്രിയിൽ ദേവാലയത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകളാണ്. ഒരിക്കൽ ദേവാലയം വീടാണ് എന്ന് വേണം. ഞാൻ തുടക്കത്തിൽ അതാ പറഞ്ഞത്, നമ്മുടെ വീട് കഴിഞ്ഞാൽ അടുത്തത് ഏതാണ്? ദേവാലയമാണ് നമ്മുടെ സെക്കൻഡ് ഹൗസ്. ഓർത്തഡോക്സ് തിയോളജിയിൽ KM ജോർജ് അച്ഛൻ പറയുന്ന മനോഹരമായ ഒരു വിശദീകരണമുണ്ട്. ഒരുത്തൻ ജനിക്കുന്നത് പോലും അമ്മയുടെ ഉദരം എന്ന് പറയുന്ന പ്ലസൻ്റയ്ക്കുള്ളിൽ ആ വെള്ളത്തിൽ നിന്നവൻ ലോകത്തിലേക്ക് ജനിച്ചാൽ ഉടൻ അവൻ്റെ 2ാമത്തെ ജന്മം ദേവാലയത്തിലാണ് നടക്കുന്നത്. മാമോദീസ വെള്ളത്തിൽ അവൻ ജനിക്കുന്നത് പള്ളിയിലാണ്. ആ വെള്ളത്തിൽ നിന്നാണ് അവൻ വീണ്ടും കരകയറുന്നത്. അത് ഓർത്തഡോക്സ് തിയോളജി അവരുടെ ഒരു ഇൻ്റർപ്രിട്ടേഷനാണ്. പിന്നീട് അവൻ വളരുന്നത് മുഴുവൻ എവിടെയാണ്? കൂദാശകളിലൂടെയാണ് വളരുന്നത്. പള്ളിയിലൂടെയാണ് അവൻ വളരുന്നത്. ആ വളർച്ച അവനെ ഒടുവിൽ
കൊണ്ടെത്തിക്കുന്നത് നമ്മളറിയാം. അവൻ്റെ ബാല്യത്തിൽ ഈ മൂറോൻ അഭിഷേകം തുടർന്ന് ഒടുവിൽ അവൻ്റെ ഭൗതിക ശരീരം ദേവാലയത്തിൽ അവർ കൊണ്ടുവെക്കുമ്പോൾ അവർ ഓയിൽ വിശുദ്ധ തൈലം ഒഴിച്ചാണ് ആളിനെ യാത്ര അയക്കുന്നത്. അതിന് ദൈവശാസ്ത്രം എന്തോ ആയിക്കോട്ടെ, പാരമ്പര്യം എന്തോ ആയിക്കോട്ടെ, പറയുന്ന അച്ഛൻ്റെ ഒരു തിയോളജി അങ്ങനെയാണ്. നമ്മൾ ആ വിധത്തിൽ ഒരു പഠിപ്പിക്കലല്ല എങ്കിൽ പോലും ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഒരുവൻ വീട്, ഭവൻ, ഈ പള്ളി എന്തുപോലെയാണ്? നമ്മുടെ വീടാണ്. അങ്ങനെയാണെങ്കിൽ ഈ ദേവാലയത്തിലെ ആരാധന അനുഷ്ഠാനങ്ങളെ തിരുത്തുന്ന ഒരു ക്രമീകരണം. നമ്മുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായാൽ ആരെങ്കിലും അത് തിരുത്തും, ഇല്ലേ? വീട്ടിൽ നമ്മുടെ ഒരു എല്ലാവരും തോന്നിയ പോലാണോ? വീട്ടിൽ അവനവൻ്റെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പിന്നെ ലോഡ്ജിൽ പോയി താമസിച്ചൂടെ, അല്ലേ? വീടൊരു ലോഡ്ജാണോ? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ എൻ്റെ വൈഫിനോട് പോലും ഞാൻ പറയും, ഭാര്യാഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് എനിക്ക് ചോറും കറിയും വെച്ച് തരുന്നത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ കുഞ്ഞിനെ പ്രസവിക്കുന്നതുകൊണ്ടുമല്ല ഒരാൾ ഭാര്യയോ അമ്മയോ ആകുന്നത്. അതിനപ്പുറമായ ചില സംഹിതകളും ധാരണകളും നമ്മൾ വെച്ച് പുലർത്തുന്നുണ്ട്. ഇല്ലെങ്കിൽ ലോഡ്ജിൽ മതി. ഹോട്ടലിൽ പോയാൽ നമ്മൾ ആവശ്യപ്പെടുന്ന ഭക്ഷണം അവർ ഉണ്ടാക്കിത്തരും. അതുപോലെ നമ്മുടെ ഭാര്യമാരുണ്ടാക്കി തരും. ആണ് പുരുഷന്മാർക്ക് ഇപ്പോഴും അവർ ചിരി വന്നത്, ഇത്രയും നേരമൊക്കെ അവർ ബസ്സിൽ പിടിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. അതായത് അതിനപ്പുറമായി ചില കാര്യങ്ങളുണ്ട്. കുടുംബത്തെ ശക്തീകരിക്കുന്ന ചില പ്രത്യേക ഘടകങ്ങളുണ്ട്. കാരണം ഈ വീട് നമ്മൾ ഒരിക്കലും കച്ചവട സ്ഥലമാക്കരുത് എന്നതാണ്. അങ്ങനെയാണ് എങ്കിൽ പള്ളി എന്തായി മാറും? കച്ചവട സ്ഥലമായി മാറും. വേഗം അവസാനിപ്പിക്കാം. ഒരിക്കൽ ഒരു ക്ലാസ് നടക്കുമ്പോൾ ഒരു അധ്യാപകൻ വേദപഠന ക്ലാസ് നടത്തുക. അധ്യാപകൻ കുട്ടികളോട് ചോദിച്ചു, മക്കളെ, കുടുംബം എന്താണ്? ഒന്ന് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞു. ഒരുത്തൻ പറഞ്ഞു, അവൻ ഫുട്ബോൾ കളിക്കാരനായ അവന് ഫുട്ബോൾ കളി നല്ല അറിയാവുന്നവനാണ്. അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്. അവൻ പറഞ്ഞു, സാറേ, കുടുംബം എന്ന് പറഞ്ഞാൽ കുടുംബജീവിതം ഒരു ഫുട്ബോൾ മാച്ച് പോലെയാണ് എന്ന് പറഞ്ഞു. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു ഫുട്ബോൾ മാച്ചിൽ ഒരു ഭാഗത്ത് എത്ര പേരുണ്ട്? ചിത്തിര തിരുനാളിൻ്റെ കാലത്തെ കളി പോലല്ല. എത്ര പേര് കാണും? ഫുട്ബോൾ കളി അറിയാൻ വയ്യാത്ത പിന്നെ എന്തോ കളിയാണ് കാണുന്നത് നമ്മൾ. ഇവിടുത്തെ ഫുട്ബോളല്ലേ, നമ്മുടെ സോക്കർ. ഒരു 11 പേര് അല്ലയോ? നൈസച്ചനൊക്കെ മറന്ന് അച്ഛനറിയാം. 11, കറക്റ്റ്. 11 പേരും ഒരുമിച്ചാണോ കളിക്കുന്നേ? അത് ഒരു കളിയാണ്. അതിലാരൊക്കെ ഉണ്ട്? ഈ ചെറുക്കൻ പറഞ്ഞു, അമ്മയാണ് ഗോളി. അവൻ പറഞ്ഞ കുടുംബത്തെ അവനൊന്ന് വിശദീകരിക്കുക. അമ്മയാണ് ഗോളി, അപ്പൻ ബാക്ക്. എന്നാൽ അമ്മയുടെ തൊട്ട് മുമ്പിൽ നിൽക്കുന്ന ആള് ആരാണ്? അപ്പൻ ബാക്ക്. ബാക്കിൻ്റെ ജോലി അത്ര കൊച്ചു കാര്യമല്ല. ഒരൊറ്റ പന്ത് ഗോൾമുഖത്ത് കയറാതെ വണ്ണം നന്നായി കളിച്ചു വെക്കുള്ളൂ. ആര്? അപ്പൻ നന്നായി കളിച്ചില്ലെങ്കിൽ ഗോളിൻ്റെ പെരുമഴക്കാലമായിരിക്കും ഇവിടെ ഈ മുഖത്തേക്ക്. എത്ര അമ്മ ശ്രമിച്ചാലും നടക്കില്ല. ഈ ചെറുക്കൻ പറയാതെ ഗോളി അമ്മ, അപ്പൻ ബാക്ക്, മക്കൾ ഫോർവേഡ്. മനസ്സിലായല്ലോ? അപ്പോൾ നല്ല കളി അതിശക്തമായി. അപ്പൻ ശരിക്ക് കളിച്ചാൽ അമ്മയുടെ ജോലിഭാരം കുറയും. പല അപ്പന്മാരും ശരിക്ക് കളിക്കുന്നുണ്ട്, പക്ഷെ ഈ കളിയല്ലെന്നേ ഉള്ളൂ, അല്ലേ? കളിക്കുന്നതുകൊണ്ട് 128-ാം സങ്കീർത്തനം നമുക്കറിയാമല്ലോ. അത് വായിച്ചു തുടങ്ങുന്നത് എങ്ങനെയാ? യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. പിന്നെ നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ. പിന്നെ ഓരോരുത്തർക്കും ഓരോ റോൾ കൊടുക്കുന്നുണ്ട്. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത്, അയലോക്കത്തല്ല, നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും. അവിടെ നിൽക്കാം, ഒന്ന് നിർത്തിയേക്കാം. ഈ മുന്തിരിവള്ളി എന്ന് പറയുന്ന ഇങ്ങനെ അതിന് നേരെ നിൽക്കാനുള്ള കെപ്പ് ഇല്ല. സ്ത്രീകളാരും എന്നോട് പ്രതീക്ഷിക്കുകയൊന്നും ചെയ്യരുത്. വേദോത്സവത്തിലെ കാര്യം ഞാൻ പറയുന്നത്. നേരെ നിൽക്കാനുള്ള കെപ്പ് വള്ളി എന്ന നിലയിൽ അതിനില്ല. പക്ഷേ മുന്തിരി ശരിക്കും ഫലപ്രദമാകണമെന്നുണ്ടെങ്കിൽ എന്തു വേണം?
നല്ല താങ്ങ് വേണം. ഞാൻ താങ്ങുന്നതിന് രണ്ടർത്ഥമുണ്ട്. ആ താങ്ങല്ല ഉദ്ദേശിച്ചത്. അപ്പോൾ മറ്റേ നല്ല സ്ട്രോങ് സപ്പോർട്ട് വേണം. ഇംഗ്ലീഷ് ആകുമ്പോൾ കുഴപ്പമില്ല അല്ലേ? നല്ല സ്ട്രോങ് സപ്പോർട്ട് വേണം, എങ്കിലേ നിൽക്കുകയുള്ളൂ. ഞാനിതൊരിടത്ത് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു അമ്മാമ്മ ഒരു ശബ്ദം പുറപ്പെടുവിക്കും. ഞാൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഓ, നമുക്ക് ഒരെണ്ണം ഉണ്ട്, ഗുണമല്ല അല്ലേ? ഗുണമല്ല, കുറെ ഗുണമില്ലാത്ത സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ആരെയും അവഹേളിക്കാൻ പറഞ്ഞല്ല. മുന്തിരിവള്ളി ഫലപ്രദമാകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ദ സപ്പോർട്ട് സിസ്റ്റം ഷുഡ് ബി വെരി സ്ട്രോങ്. 2, അതിൻ്റെ മക്കളെക്കുറിച്ച് പറയുന്നുണ്ട്. നിന്റെ മക്കൾ, യുവർ ചിൽഡ്രൻ വുഡ് ബി ലൈക്ക് ഒലൈവ് ഷൂട്ട് അറൗണ്ട് ദ ടേബിൾ. നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ, ചെടിച്ചട്ടിയിൽ വെച്ചിരിക്കുന്ന ചെടിയുടെ തൈകൾ പോലെയാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ. അതിൻ്റെ അർത്ഥം എന്നാ? ചെടിച്ചട്ടിയിൽ ഒരു ചെടിയും വളരെ കാലം ഇരിക്കാൻ പാടില്ല. മനസ്സിലായോ? ചെടിച്ചട്ടി ഒരിക്കൽ പൊട്ടിക്കണം. എന്തിനാ? ആ ചെടി മറ്റ് മണ്ണിൽ വളരേണ്ടതാണ്. ചട്ടിയിൽ വളരുന്നതിനെ നമ്മൾ വിളിക്കുന്നത് ബോൺസായി എന്നാണ്. വളർച്ചയില്ലാതെ പോകും. നമ്മുടെ ഇവിടുത്തെ കറിവേപ്പിനൊക്കെ വ്യത്യാസമുണ്ടോ? ചട്ടി വലുതാക്കിയാൽ മതിയായിരിക്കും. വലിയ ടാങ്കൊക്കെ ഉണ്ടാക്കിയാൽ മതി. അത്രയും വലിയ ചട്ടിയൊന്നും നമുക്ക് താങ്ങാനൊക്കത്തില്ല. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും നമ്മുടെ വീട്ടിൽ സ്ഥിരം ഇരിക്കത്തില്ല എന്നതിൻ്റെ തെളിവല്ലയോ ഇപ്പോൾ പള്ളിയിൽ ഇപ്പം നമ്മൾ ഇരിക്കുന്നതിൻ്റെ അർത്ഥം? ഒന്ന് നോക്കിയേ ചുറ്റും എത്ര പേരുണ്ട്? നമ്മളുമുണ്ട്, ഈ താങ്ങുമുണ്ട്, വള്ളിയുണ്ട്. ഒലിവുതൈകളൊക്കെ എങ്ങോട്ട് പോയി? എല്ലാം വളർന്ന് പോയി കഴിഞ്ഞു. അവസാനം വരെ ഒലിവ് തൈ എൻ്റെ മേശയ്ക്ക് ചുറ്റും ഇരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. അങ്ങനെ ചെയ്യുന്നതും തെറ്റാണ്. അതുകൊണ്ട് ഞാൻ വിഷയം പെടുകയാണ്. ഭവനം, അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്. ബിസിനസ്സുകാരൻ്റെ മകൻ പറഞ്ഞു, കുടുംബം ഒരു നഷ്ടക്കച്ചവടമാച്ചു. അതെന്താന്ന് ചോദിച്ചു. കാരണം അമ്മ ചോദിക്കുന്നതെല്ലാം അപ്പൻ അങ്ങ് കൊടുക്കും. അപ്പൻ ചോദിക്കാതെ തന്നെ ആവശ്യം കണ്ടറിഞ്ഞ്, ഇത് നാട്ടിലെ പഴയൊരു സംവിധാനത്തിലാണ്, തിരിച്ചും ഉണ്ടാകാം കേട്ടോ. ആവശ്യം കണ്ടറിഞ്ഞ് അമ്മ മക്കൾക്കും ആവശ്യമുള്ളതും അവൻ്റെ വീട്ടിൽ കണ്ടിട്ടുള്ളത് ഇതാ. അപ്പൻ കച്ചവടമൊക്കെ കഴിഞ്ഞ് രാത്രി വീട്ടിലൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ബിസിനസ് കഴിഞ്ഞ് വരുമ്പോൾ അമ്മ പിന്നെ ഒരു 100 കൂട്ടം കാര്യങ്ങൾ പറയും. എന്നാൽ നമ്മുടെ വീടുകളിലൊക്കെ ഈ സിസ്റ്റമൊക്കെ അമേരിക്കൻ സിസ്റ്റത്തിലൊക്കെ വ്യത്യാസം. അമേരിക്കല്ല, എല്ലായിടത്തും അത് മാറി. 2 പേരും ജോലി ചെയ്യുകയാണ്. ഇതൊരു പഴയ കാലത്തെ ചിത്രമാണ് പറഞ്ഞു വരുന്നത്. വീട്ടിൽ ലാഭേച്ഛയില്ല. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വർഷാവസാനം എത്ര വീട്ടിലുണ്ടാക്കുന്നുണ്ട്? ബാലൻസ് ഷീറ്റ് എത്ര വീട്ടിൽ ഉണ്ടാക്കുന്നുണ്ട്? ഉണ്ടോ? ഇല്ല. എത്ര ലാഭം, ഈ വർഷത്തെ വരുമാനം എത്ര, എത്ര നഷ്ടം, അങ്ങനെ ഒരു കണക്ക് കൂട്ടൽ വീടില്ല. അതുകൊണ്ട് ആവശ്യമുള്ളത് ആവശ്യക്കാർക്ക് കൊടുക്കുന്ന രീതിയാണ് എവിടെ ഉള്ളത്? വീട്ടിലുള്ളത്. ഞാനും എൻ്റെ കച്ചവടവും ലാഭവും എന്നതാണ് ബിസിനസ്സുകാരൻ്റെ മൈൻഡിൽ എപ്പോഴും ഉള്ളത്. ആരെങ്കിലും ബിസിനസ് ഉള്ളവരങ്ങനെ പൊതുവേ ഒരു പൊതുധാരണയാണ്. കാരണം കച്ചവടം ഇമ്പ്രൂവ് ചെയ്യണം, ലാഭം ഉണ്ടാക്കണം, അതാണ് അതിൻ്റെ വരുന്നത്. എന്നാൽ വീട്ടിൽ ഇത് നീയാണ്, ഞാനല്ല, പിന്നെ നീയാണ്. അവിടെയാണ് വ്യത്യാസം. വീട്ടിൽ അഭിനയമില്ല. വീട്ടിൽ അഭിനയം ഇല്ല. മുഴുവൻ ആത്മാർത്ഥത മാത്രം. കച്ചവടക്കാരൻ സാധനങ്ങൾ ചെലവാക്കുവാൻ വേണ്ടി നല്ല ഒന്നാന്തര സാധനം വെച്ചോ, ഇത് വാങ്ങിച്ചോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പ്രേരിപ്പിക്കും. പക്ഷേ വീട്ടിൽ അങ്ങനെ പ്രേരണയൊന്നും ഇല്ല. അതിന് വീട്ടിലെ ബന്ധവും കച്ചവടത്തിലെ ബന്ധവും വ്യത്യാസമാണ്. ഞാൻ അവസാനിപ്പിക്കുക. അച്ഛൻ പറഞ്ഞ കൂട്ടത്തിൽ സക്കായിയെക്കുറിച്ച് സൂചിപ്പിച്ചു. സക്കായിയുടെ വീട് എന്ന് പറഞ്ഞു. അതിൻ്റെ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്ത് ഒരു തുടക്കം അച്ഛൻ മുമ്പിലിട്ടതാണ്. വീട് സക്കായിയെ സംബന്ധിച്ച് വീടില്ലായിരുന്നു എന്ന് വേണം കരുതാൻ. എന്താ വീടെന്നുള്ളത് സക്കായി പറയുന്നുണ്ട്. സക്കായി ഒടുക്കം പറയുന്നു, യേശു അവൻ്റെ വീട്ടിലെത്തിയപ്പോൾ സക്കായി ഇവിടെ പറയുന്ന ഒരു വാചകമുണ്ട്, ഇവനും അബ്രഹാമിൻ്റെ മകനാകയാൽ
ഈ വീടിന് അന്നാണത് വീടായത്. അന്നാണത് വീടായത്. നമ്മുടെ വീട് കൂദാശ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഈ മദ്ബഹയിലെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ വീട്ടിലെത്തുന്നുണ്ട്. ടേബിൾ ഒരുക്കുന്നു, വെള്ളത്തുണി വിരിക്കുന്നു, കുരിശു വയ്ക്കുന്നു, മെഴുകുതിരി വയ്ക്കുന്നു, വൈദികൻ കാപ്പയിടുന്നു, ധൂപക്കുറ്റി കൊണ്ടുവരുന്നു. അങ്ങനെയാണ് എങ്കിൽ വീടെന്താണ്? ദേവാലയമാണ്. ദേവാലയം വീടാണ് എങ്കിൽ വീട് ദേവാലയമാണ്. രണ്ടിടത്തും ഒരേ ബിസിനസ്സാണ്. ബിസിനസ് എന്ന് ഞാൻ പറഞ്ഞത് ഒരേ വിഷയമാണ്. അതുകൊണ്ട് ഞാൻ തുടങ്ങിയത് ഇങ്ങനെയാണ്: വചനം ജഡമായി ദൈവം ക്രിസ്തുവിൽ കണ്ടു. യേശു ക്രിസ്തു ദൈവമായതുകൊണ്ട് തന്നെ അവൻ തൊട്ടതിലെല്ലാം, അവൻ തൻ്റെ സൃഷ്ടിയിലെല്ലാം അവൻ ഇടപെടുന്നു. വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, കുറവുകൾ പരിഹരിക്കുന്നു. ഇനി മുമ്പോട്ട് കിടക്കുകയാണ്. യേശു അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഭർത്താവില്ലെന്ന് പറഞ്ഞ ഒരു സ്ത്രീയോട് പറഞ്ഞു, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനും നിന്റെ ഭർത്താവല്ലേ എന്ന് പറഞ്ഞ് അവളെ ശരിയായ കുടുംബിനിയാക്കി മാറ്റുന്നു, മശിഹായെ കണ്ടെത്തുന്നു. പിന്നീട് അങ്ങോട്ട് ഓരോ സംഭവം, യോഹന്നാന്റെ സുവിശേഷം വൺ ആഫ്റ്റർ ദി അതർ. ഈ ദൈവം ദേവാലയമാണെന്നുള്ളതിൻ്റെ എന്താണ്? എ മൊബൈൽ, എ മൂവിങ് ഗാഡ് എന്നാണ്. മനുഷ്യ ജീവിതത്തിൽ എപ്പോഴും ഇടപെടുന്ന ഒരു ദൈവമാണ്. ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുകയാണ്, ഹൃദയത്തിൽ ഇടപെടുകയാണ്. നമ്മുടെ ഉള്ളിലൊരു ദേവാലയമുണ്ടെങ്കിൽ അതിൻ്റെ വിശുദ്ധി തന്നെയാണ് ഈ പുറത്തെ ദേവാലയത്തിൽ ഉണ്ടാകുന്നത്. ഉള്ളിലില്ലാത്തൊരു ദൈവത്തെ പുറത്ത് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മളുടെ ഈ കുടിവരവിൽ ദൈവാലയവും വീടും ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസത്തെക്കുറിച്ചല്ല. God is always interrupting our business. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നു. ആ ഇടപെടൽ നമ്മുടെ രൂപാന്തരത്തിനും വ്യത്യാസത്തിനും പുതുക്കത്തിനും കൂടുതൽ അനുഗ്രഹത്തിനും ധന്യതയ്ക്കും ഇടയായി തീരട്ടെ. പച്ചവെള്ളം വീഞ്ഞായെങ്കിൽ, ജീവിതത്തിൻ്റെ നഷ്ടങ്ങൾ ലാഭമാക്കി തീർക്കുവാൻ കഴിയുന്നെങ്കിൽ, ജീവിതത്തിൽ ബലം നൽകുന്ന ദൈവിക ഇടപെടലുകൾക്ക് വിധേയപ്പെടുവാൻ വചനം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രാത്രി നമുക്ക് ശാന്തതയോടെ പിരിയാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.